ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ കെമിസ്ട്രിയിലെ +2 കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ സൊല്യൂഷൻസിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലുണ്ട്. എല്ലാവരും കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒരു കൂട്ടി വെച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് നീറ്റിനും കീമിനും വേണ്ടിയിട്ടൊക്കെ ഗംഭീരമായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. 2026 നീറ്റിനോ കീമിനോ ജെഇക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തറിയാം എന്തറിയില്ല എന്ന് നോക്കിയിട്ടല്ല CM അക്കാഡമിയിൽ അഡ്മിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേസ് മുതൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എൻട്രൻസ് കിട്ടുന്നത് വരെ നിങ്ങളെ കൈപ്പിടിച്ചുയർത്താൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിപ്പിച്ചു തരും. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. 160 വിദ്യാർത്ഥികളാണ് ഞങ്ങളൊരു വർഷം അഡ്മിഷൻ എടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് അഡ്മിഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ചെറിയൊരു ടോക്കൺ എമൗണ്ട് അടച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോഴേ അഡ്മിഷൻ എടുത്തു വെക്കാം. കഥ പറയുന്നില്ല, സൊല്യൂഷൻസിലേക്ക് കിടക്കാം. അങ്ങനെ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് കോൺസെൻട്രേഷൻ ടേംസ് എന്ന ഭാഗമാണ് NCERT ആദ്യം പറയുന്നത്. അത് ഞാനിവിടെ പരാമർശിക്കുന്നില്ല, കാരണം ഇമ്പോർട്ടൻറ്റ് കോൺസെൻട്രേഷൻ ടേംസ് പല സ്ഥലങ്ങളിൽ നമ്മൾ പഠിച്ചതാണ്, ബേസിക് കോൺസെപ്റ്റ്സിൽ പഠിച്ചതാണ്. അതുപോലെ അത് മാത്രം ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ മുമ്പ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തതുമാണ്. അപ്പോൾ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് മാത്രം പഠിക്കാൻ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് ചെയ്യുന്നത് സൊല്യൂബിലിറ്റിയെക്കുറിച്ചാണ്. എന്താണ് സൊല്യൂബിലിറ്റി എന്ന് നമുക്കറിയാം. ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ കൊള്ളുന്ന മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂബിലിറ്റി. വിട്ടേക്കുക, ആവശ്യമില്ല. സൊല്യൂബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകൾ ഓർത്തു വെക്കണം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സൊല്യൂബിലിറ്റി: ഒന്ന്, നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് നോട്ട് ചെയ്ത് വെക്കണേ. നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. 2, പ്രഷർ. 3, ടെമ്പറേച്ചർ. ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 2 ഹെഡിങ്ങുകളിലായിട്ടാണ്. ശരിക്കും പഠിച്ചു വെച്ചോ. ഫസ്റ്റ് വൺ, സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷനാണ്. സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻ. എടാ, ഒരു സോളിഡ് ആയിട്ടുള്ള സൊല്യൂട്ട്, ഫോർ എക്സാമ്പിൾ പഞ്ചസാര ഇൻ ലിക്വിഡ്, വെള്ളത്തിൽ. അപ്പോൾ പഞ്ചസാര വെള്ളം ഇതിന് ഒരു എക്സാമ്പിളാണ്. സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻ എക്സാമ്പിളാണല്ലോ പഞ്ചസാര വെള്ളം. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സൊല്യൂഷനെ എന്തൊക്കെയാണ് അതിൻ്റെ സൊല്യൂബിലിറ്റിയെ ബാധിക്കുന്ന ഫാക്ടറുകൾ? ആദ്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ടെമ്പറേച്ചറാണ്. എടാ, ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്കണം. കുഞ്ഞുങ്ങളെ ഓർത്തു വെക്കണേ, ഒരു സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത് ഒന്നിരിക്കൽ ഒരു എൻഡോതെർമിക് പ്രോസസ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സോതെർമിക് പ്രോസസ്സ് ആയിരിക്കും. എന്താ ഞാൻ പറഞ്ഞേ? ഒരു സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത് ഒന്നിരിക്കൽ എൻഡോതെർമിക് പ്രോസസ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സോതെർമിക് പ്രോസസ്സ് ആയിരിക്കും. നിങ്ങൾക്കറിയാം, നമ്മുടെ ഗ്ലൂക്കോസ് പൗഡർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഗ്ലൂക്കോസ് പൊടി. അപ്പോൾ ഈ ഗ്ലൂക്കോസ് പൗഡറിലേക്ക് നമ്മൾ വെള്ളമൊഴിക്കുന്ന സമയത്ത് അവിടെ തണുപ്പ് ഫീൽ ചെയ്യും. നമുക്ക് ആ പാത്രത്തിൽ തണുപ്പ് ഫീൽ ചെയ്യും. കാരണം അയാൾ എൻഡോതെർമിക്കാണ്. ആ സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റിനെ അയാൾ ഉള്ളിലേക്ക് എടുക്കുന്നത് കൊണ്ടാണ് പുറത്ത് നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നത്. എന്നാൽ സിമെൻറ്റിലേക്ക് വെള്ളമൊഴിക്കുന്ന സമയത്ത് നമുക്ക് ചൂടാണ് ഫീൽ ചെയ്യുക. കാരണം അവിടെ എക്സോതെർമിക്കാണ്, ഹീറ്റിനെ അവർ പുറത്തേക്കാണ് വിടണത്. അപ്പോൾ രണ്ടാളുകൾ ഒരു സോളിഡും ലിക്വിഡും തമ്മിൽ മിക്സ് ചെയ്യുന്ന പ്രോസസ്സ് എയ്തർ എൻഡോതെർമിക് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സോതെർമിക് ആയിരിക്കാം. എൻഡോതെർമിക് ആണെങ്കിൽ സൊല്യൂബിലിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. എക്സോതെർമിക് ആണെങ്കിൽ സൊല്യൂബിലിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷനിൽ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എന്തെന്ന് പറയണമെങ്കിൽ ആ സോളിഡ് ആ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സ് എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ എന്ന് മനസ്സിലാക്കണം. എൻഡോതെർമിക് ആണെങ്കിൽ സൊല്യൂബിലിറ്റി ഡയറക്ട്ലി ആണ്, എക്സോതെർമിക് ആണെങ്കിൽ സൊല്യൂബിലിറ്റി ഇൻവേഴ്സ്ലി ആണ്. രണ്ടാമത്തെ ഫാക്ടറാണ് പ്രഷർ. ഓർത്ത് വെച്ചോ, പ്രഷർ ഹാസ് നോ എഫക്റ്റ്. ഒരു സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻ്റെ സൊല്യൂബിലിറ്റിയെ ബാധിക്കാനുള്ള കഴിവൊന്നും പ്രഷറിനില്ല. കാരണം ഇവിടെ 2 കമ്പോണൻ്റ് അല്ലേ ഉള്ളത്, ഒന്ന് സോളിഡ് മറ്റൊന്ന് ലിക്വിഡ്. 2 പേരും ഇൻകംപ്രസിബിളാണ്. പ്രഷർ കൊടുത്തു എന്ന് കരുതി കാര്യമായി മാറ്റങ്ങളൊന്നുമില്ലാത്തവനാണല്ലോ സോളിഡും ലിക്വിഡും. അതുകൊണ്ട് സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻ അതിൻ്റെ സൊല്യൂബിലിറ്റിയിൽ പ്രഷറിന് റോളില്ല. നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തൊരു ടൈപ്പാണ് ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻ. ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത് ഓൾവേസ് എക്സോതെർമിക് ആണ്.
സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത് എൻഡോതെർമിക്കും ആവാം എക്സോതെർമിക്കും ആവാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത് ഓൾവേസ് എക്സോതെർമിക്കാണ്. അങ്ങനെ ആവുമ്പോൾ അയാളുടെ സൊല്യൂബിലിറ്റി ടെമ്പറേച്ചറിന് എന്താണ് റിലേഷൻ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. നോട്ട് ചെയ്ത് വെച്ചു. നേരത്തെ ഞാൻ പറഞ്ഞു എക്സോതെർമിക് ആണെങ്കിൽ സൊല്യൂബിലിറ്റിയും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് 2-3 ടൈപ്പുകൾ പറയാനില്ല. ഓൾവേസ് സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ക്ലിയർ അല്ലേടാ? പ്രഷറിൻ്റെ കഥ പറയാം. നേരത്തെ ഞാൻ പ്രഷറിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് ആണെങ്കിൽ പ്രഷറിന് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പ് ആണെങ്കിൽ സൊല്യൂബിലിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷറാണ്. ഓർത്ത് വെച്ചോ, സൊല്യൂബിലിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷറാണ്. എടാ, ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻ്റെ മുകളിൽ നമ്മൾ പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ച് ആ ഗ്യാസിൻ്റെ സൊല്യൂബിലിറ്റി കൂടി വരും എന്നാണല്ലോ അതിനർത്ഥം. അതിനെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ആണ് ഹെൻറീസ് ലോ. എന്താണെടാ ഹെൻറീസ് ലോ? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ ഗ്യാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. അറിയാലോ, പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. പി പ്രൊപ്പോർഷണൽ ടു കൈ. നമ്മൾ അതിനെ ഈക്വൽ ടു ആക്കി മാറ്റുമ്പോൾ പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കൈ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കൈ. കെ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് കുഞ്ഞ്? ഹെൻറീസ് കോൺസ്റ്റൻ്റ് ആണ്. ഹെൻറീസ് കോൺസ്റ്റൻ്റ് ആണ്. ഹെൻറീസ് ലോയുടെ ഗ്രാഫ് നിങ്ങൾക്കറിയാം. ഒരു ആക്സിസിൽ പ്രഷറും മറ്റേ ആക്സിസിൽ കൈയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഗ്രാഫ് അതിങ്ങനെ പോകും. അയാളുടെ സ്ലോപ്പിനെയാണ് നമ്മൾ കെ എച്ച് എന്ന് പേര് വിളിച്ചത്. അപ്പോൾ കെ എച്ചിൻ്റെ കഥ പഠിച്ചോ. കെ എച്ച് എന്ന് പറഞ്ഞാൽ ഹെൻറീസ് കോൺസ്റ്റൻ്റ് ആണ്. പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് ഹെൻറീസ് കോൺസ്റ്റൻറ്റ്. ഹെൻറീസ് കോൺസ്റ്റൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. എടാ, ഹെൻറീസ് കോൺസ്റ്റൻറ്റും സൊല്യൂബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. നോട്ട് ചെയ്ത് വെച്ചോ. ഹെൻറീസ് കോൺസ്റ്റൻറ്റും സൊല്യൂബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഒരു ഗ്യാസിൻ്റെ ഹെൻറീസ് കോൺസ്റ്റൻറ്റ് വളരെ വലുതാണ്, മീൻസ് ആ ഗ്യാസിൻ്റെ സൊല്യൂബിലിറ്റി വളരെ കുറവാണ്. നോട്ട് ചെയ്ത് വെച്ചു. ഹെൻറീസ് കോൺസ്റ്റൻറ്റും സൊല്യൂബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഹെൻറീസ് കോൺസ്റ്റൻറ്റും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഹലോ, അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ ഹെൻറീസ് കോൺസ്റ്റൻറ്റും കൂടും. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ ഹെൻറീസ് കോൺസ്റ്റൻറ്റ് കൂടും. അത് കാരണം സൊല്യൂബിലിറ്റി കുറയും. ടെമ്പറേച്ചർ കൂടിയാൽ സൊല്യൂബിലിറ്റി കുറയുമെന്ന് നേരത്തെ ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നതാണ്. ഗ്യാസ് ലിക്വിഡ് ടൈപ്പ് ആണെങ്കിൽ ഓൾവേസ് എക്സോതെർമിക് ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ള കഥയൊക്കെ ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നതാണ്. അപ്പോൾ ഈ 2 ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എടാ, ഗ്യാസുകളുടെ കൂട്ടത്തിൽ ഹയസ്റ്റ് വാല്യൂ ഓഫ് കെ എച്ച് ഉള്ളത് ആർക്കാണ് എന്ന് ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് ഫോർ ഹീലിയം. ഗ്യാസുകളുടെ കൂട്ടത്തിൽ ലോവസ്റ്റ് വാല്യൂ ഓഫ് കെ എച്ച് ആർക്കാണെന്ന് ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ്. നോട്ട് ദി പോയിന്റ്. ഹയസ്റ്റ് വാല്യൂ ഓഫ് കെ എച്ച് ഉള്ളത് ഹീലിയമാണ്. ലോവസ്റ്റ് വാല്യൂ ഓഫ് കെ എച്ച് ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാറ്. ഓക്കെ അല്ലേടാ? നെക്സ്റ്റ്, ഹെൻറീസ് ലോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം തിയറി പ്രകാരം അതിനോട് ഇക്വലൻ്റായ മറ്റൊരു നിയമമാണ് റൗൾസ് ലോ. എടാ, റൗൾസ് ലോയിൽ നമ്മുടെ ഇക്വേഷൻ എന്താ? പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P0A കൈ എ പ്ലസ് P0B കൈ ബി. ഈ ഇക്വേഷനെ നന്നായിട്ട് ഹൃദയം കൊണ്ട് ആവാഹിച്ചെടുത്തേക്കുക. കുഞ്ഞുങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കിതിൻ്റെ ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല, എൻട്രൻസ് ആണ്. ഇക്വേഷൻ നല്ലോണം നോട്ട് ചെയ്ത് വെച്ചോ. പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P0A കൈ എ പ്ലസ് P0B കൈ ബി. കുഞ്ഞുങ്ങളെ, എക്സാമ്പിൾസ് ചെയ്ത് ഞാനിവിടെ സമയം കളയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് വരെ നിങ്ങൾ ഇരുന്ന് കാണണം. ഹെൻറീസ് ലോയുടെ ഇക്വേഷൻ, റൗൾസ് ലോയുടെ ഇക്വേഷൻ നിങ്ങൾ ആവാഹിക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ കൃത്യമായിട്ട് അവസാനത്തിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും ഇക്വേഷൻ എഴുതിയെടുക്കുക. ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. കുഞ്ഞുങ്ങളെ, ആരാണ് ഐഡിയൽ സൊല്യൂഷൻ? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റൗൾസ് ലോ ഒബേ ചെയ്യുന്നവരാണ്. നമുക്കറിയാം, റൗൾസ് ലോ ഒബേ ചെയ്യുന്നവരാണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റൗൾസ് ലോ ഒബേ ചെയ്യാത്തവരാണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ 2 വിധമുണ്ട്. ഒന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവൻ, മറ്റൊന്ന് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവൻ. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ 3 പേരെ കുറിച്ച് സംസാരിക്കും. ഒന്ന് ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷനെ കുറിച്ച് സംസാരിക്കും. നോൺ ഐഡിയൽ സൊല്യൂഷൻ പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും 2ആയിട്ടും സംസാരിക്കും. സോ നമ്മൾ 3 പേരെ കുറിച്ചാണ് അവിടെ സംസാരിക്കാൻ പോണേ. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുകയാണേ. എല്ലാവരും നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം ഒന്ന് ഹൃദയത്തിൽ അവിടെ സൂക്ഷിച്ചോ. ഒരു 2 ലിറ്റർ വെള്ളവും 5 ലിറ്റർ വെള്ളവും ഞാൻ കൂട്ടിച്ചേർത്തു എന്ന് വിചാരിക്കുക. വെള്ളം എന്ന് വേണ്ട, ഏതെങ്കിലും 2 ലിക്വിഡ്.
ഒരു 2 ലിറ്ററും 5 ലിറ്ററും ഏതോ ഒരു 2 ലിക്വിഡുകൾ ഞാൻ മിക്സ് ചെയ്തു. അപ്പോൾ ടോട്ടൽ കിട്ടുന്ന ഈ മിക്സ്ചറിൻ്റെ വോളിയം എത്ര ആയിരിക്കും എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. കുഞ്ഞെ, നല്ലൊരു ശതമാനം ആളുകളുടെയും മനസ്സിൽ 7 ലിറ്റർ എന്ന് തന്നെയാണ് ഉണ്ടാവുക. കുഞ്ഞുങ്ങളെ, അത് 7 ലിറ്റർ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് 7 ലിറ്റർ ആവണമെന്ന് നിർബന്ധമില്ല. 7 ലിറ്റർ ആവാം, ആവാതിരിക്കാം. 7 ലിറ്റർ ആവാം, 6.5 താഴെയാവാം, 7.5 7നേക്കാൾ കൂടുതലൊക്കെ ആവാം. എടാ, 2 ലിറ്റർ ഒരു ലിക്വിഡും 5 ലിറ്റർ ഒരു ലിക്വിഡും കൂട്ടിച്ചേർത്തിട്ട് കറക്റ്റ് നിനക്ക് 7 ലിറ്റർ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അവൻ ഐഡിയൽ സൊല്യൂഷനാണ്. കളി മനസ്സിലായോ? അപ്പോൾ വോളിയത്തിൽ ചേഞ്ച് ഒന്നുമില്ലാതെ പക്ക കൃത്യം വോളിയം കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഐഡിയൽ സൊല്യൂഷൻ. നമ്മൾ പ്രതീക്ഷിച്ച 7നേക്കാൾ കൂടുതൽ ഒരു 7.5 ലിറ്റർ ഒക്കെ കിട്ടുകയാണെങ്കിൽ മനസ്സിലാക്കി വെച്ചവൻ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവാണ് ലഭിക്കുന്നതെങ്കിൽ അത് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനാണ്. അപ്പോൾ ആ പോയിന്റുകളൊക്കെ ഞാൻ കൃത്യമായിട്ട് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടരും. ഇത് നിങ്ങൾ നിർബന്ധമായി പഠിച്ചോളണേ. ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ ഡെൽറ്റ വി 0 ആണ്. ഡെൽറ്റ വി 0 ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ അർത്ഥം? വോളിയത്തിൽ ചേഞ്ച് ഇല്ല. ഹലോ, വോളിയത്തിൽ ചേഞ്ച് ഇല്ല. വോളിയം മിക്സ് ചെയ്യുന്നതിന് മുമ്പും മിക്സ് ചെയ്തതിന് ശേഷവും വോളിയത്തിൻ്റെ വാല്യൂ ഈക്വൽ ആണ്. മിക്സ് ചെയ്യുന്നതിന് മുമ്പ് എത്രയാടാ? 7 ലിറ്റർ അല്ലേ? മിക്സ് ചെയ്തതിന് ശേഷം എത്രയാടാ? 7 ലിറ്റർ. അപ്പോൾ ഈക്വൽ ആണെന്ന് അർത്ഥം. അപ്പോൾ അതിൽ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ടാണ് ഡെൽറ്റ വി = 0 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അതുപോലെ നിങ്ങളൊന്ന് പഠിച്ചോ. ഡെൽറ്റ വി 0 ആണ്, ഡെൽറ്റ എച്ച് 0 ആണ്. ഡെൽറ്റ എച്ച് 0 എന്ന് പറഞ്ഞാൽ അവിടെ ഹീറ്റ് പുറത്തേക്കോ അകത്തേക്കോ ഒന്നും എടുക്കുന്നില്ല. അവിടെ ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ ഇല്ല എന്നാണ് അർത്ഥം. അതുപോലെ ഡെൽറ്റ എസ് 0 ആണ്, എൻട്രോപ്പി ചേഞ്ച് 0 ആണ്. അവിടെ നിന്നോട്ടെ. ഡെൽറ്റ ജി നെഗറ്റീവാണ്. എടാ മോനെ, ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലായിടത്തും ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. അതിനെക്കുറിച്ച് ഇനി ടെൻഷൻ ആവണ്ട. ഡെൽറ്റ ജി എല്ലായിടത്തും നെഗറ്റീവ് ആയിരിക്കും. ബാക്കി 3 ചേഞ്ച്. ഐഡിയൽ സൊല്യൂഷൻ ആണോ? ബാക്കി 3 0. പോസിറ്റീവ് ആണോ? ബാക്കി 3 പോസിറ്റീവ്. നെഗറ്റീവ് ആണോ? ബാക്കി 3 നെഗറ്റീവ്. ക്ലിയർ ആണല്ലോ? എടാ, ഞാൻ ഇനിമേൽ സൊല്യൂട്ട് എന്നതിനെ എ എന്നും, സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എ എന്നും, സോൾവെൻ്റ് എന്നതിനെ ബി എന്നും റെപ്രസെൻ്റ് ചെയ്യുകയാണ്. തിരിച്ചോ മറിച്ചോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ എഴുതുകയാണേ, ഒരു സൊല്യൂട്ട് സോൾവെൻ്റ് ഇൻ്ററാക്ഷൻ. നിങ്ങൾ കേട്ടിട്ടുള്ള ഡയലോഗാണ്. ഒരു സൊല്യൂട്ടിന് സോൾവെൻറ്റിനോടുള്ള ഇൻ്ററാക്ഷൻ ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു സൊല്യൂട്ട് ഇൻ്ററാക്ഷൻ ആൻഡ് സോൾവെൻറ്റ് ഇൻ്ററാക്ഷൻ. അതായത് ഒരു സൊല്യൂട്ടിന് സൊല്യൂട്ടിനോടുള്ള ഇൻ്ററാക്ഷനും സോൾവെൻറ്റിനോടുള്ള ഇൻ്ററാക്ഷനും സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ എല്ലാം ഈക്വലാണ് എന്നാണ് അർത്ഥം. ഇതാണ് ഐഡിയൽ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട പോയിന്റുകൾ. നെക്സ്റ്റ് അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. മരിച്ചാലും മറക്കരുത്. എനി ടു ഹൈഡ്രോ കാർബൺസ്. ഏത് 2 ഹൈഡ്രോ കാർബണുകളും. ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക ബെൻസീൻ ആൻഡ് ടൊളുവിൻ. ബെൻസീനും ടൊളുവിനും ഹൈഡ്രോ കാർബണാണ്. ഹെക്സൈൻ ആൻഡ് ഹെപ്റ്റൈൻ, അത് രണ്ടും ഹൈഡ്രോ കാർബണാണ്. ഏത് 2 ഹൈഡ്രോ കാർബണുകൾ തമ്മിൽ മിക്സ് ചെയ്താലും ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ NCERT കാണുന്ന 2 എക്സാമ്പിൾസ് മാത്രം നോക്കി വെക്കണ്ട. എല്ലാ ഹൈഡ്രോ കാർബണുകളും നാളെ പിറ്റേന്ന് നിങ്ങൾക്ക് ഹെപ്റ്റൈൻ ആൻഡ് ഡെക്കൈൻ എന്നൊരു എക്സാമ്പിൾ വന്നാൽ ദാറ്റ്സ് ഓൾസോ ഐഡിയൽ സൊല്യൂഷൻ. ഏത് 2 ഹൈഡ്രോ കാർബണുകളും ഐഡിയൽ സൊല്യൂഷനാണ്. എനി ടു അടുത്തതടാ. എനി ടു എന്നാണ് 2 എന്നാണ് കവി ഉദ്ദേശിച്ചത്. എനി ടു ആൽക്കൈൽ ഹാലൈഡ്സ്. ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു ഹാലജൻ വരിക. ക്ലോറോ ഈത്തൈൻ, ബ്രോമോ ഈത്തൈൻ ആൽക്കൈൽ ഹാലൈഡാണ്. ക്ലോറോ ബെൻസീൻ ആൻഡ് ബ്രോമോ ബെൻസീൻ ആൽക്കൈൽ ഹാലൈഡാണ്. ഏത് 2 ആൽക്കൈൽ ഹാലൈഡുകൾ മിക്സ് ആക്കിയാലും ഐഡിയൽ സൊല്യൂഷനാണ്. ക്ലിയർ അല്ലേ കുഞ്ഞെ? അടുത്തൊന്ന് നോക്കിയടാ. പോസിറ്റീവ് ഡീവിയേഷൻ. പെട്ടെന്ന് കഥ പറ. ഡെൽറ്റ വി = പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വോളിയം മിക്സ് ചെയ്യുന്ന സമയത്ത് കൂടും എന്നാണ് അർത്ഥം. ഡെൽറ്റ എച്ച് = പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യും. എൻഡോതെർമിക് ആണ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എൻഡോതെർമിക് ആണ് എന്നല്ലേടാ അർത്ഥം. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്. ഓൾസോ ഡെൽറ്റ എസ് ഈസ് ഓൾസോ പോസിറ്റീവ്. എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാകും. ഡെൽറ്റ ജി അപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഡെൽറ്റ ജി നെഗറ്റീവ്. ഇനി അടുത്ത എന്താ? എ ബി ഇൻട്രാക്ഷൻ്റെ കഥ പറ. എ ബി ഇൻട്രാക്ഷൻ ഈസ് വീക്കർ ദാൻ. എ ബി ഇൻട്രാക്ഷൻ വീക്കർ ആണ് ദാൻ എ എ ഇൻട്രാക്ഷൻ ആൻഡ് ബി ബി ഇൻട്രാക്ഷൻ. സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ വീക്കർ ദാൻ സൊല്യൂട്ട് ഇൻട്രാക്ഷൻ ആൻഡ് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ.
എടാ അത് ഭയങ്കര സംഭവമായിട്ട് കൺഫ്യൂഷൻ ആക്കി നടക്കുന്ന കുറേ പേരുണ്ട്. അത് അത്ര കൺഫ്യൂഷൻ ആക്കാനൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എടാ രണ്ടുപേരെ മിക്സ് ചെയ്യുന്ന സമയത്ത് അവരുടെ വോളിയം എന്താ ചെയ്യണേ? വോളിയം കൂടല്ലേ ചെയ്യണേ? അപ്പോഴല്ലേ അത് പോസിറ്റീവ് ഡീവിയേഷൻ ആവുന്നത്. വോളിയം കൂടുക എന്ന് പറഞ്ഞാൽ അവർക്കിടയിലുള്ള അകലം കൂടുക എന്നല്ലേ അർത്ഥം? അകലം കൂടണോണ്ടല്ലേടാ വോളിയം കൂടിയത്. ക്ലിയർ അല്ലേ? അകലം കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ അവർക്കിടയിലുള്ള ഇൻട്രാക്റ്റീവ് ഫോഴ്സ് സ്ട്രോങ് ആണെന്നാണോ വീക്ക് ആണെന്നാണോ അർത്ഥം? ഇൻട്രാക്റ്റീവ് ഫോഴ്സ് വീക്ക് ആകുമ്പോഴല്ലേടാ അകലം കൂടുക. സോ എ ബി ഇൻറ്ററാക്ഷൻ എന്താണ്? വീക്ക് ആണെന്നുള്ളത് ഇത് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇനിമേൽ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, പോസിറ്റീവ് ഡീവിയേഷൻ മിക്സ് ചെയ്യുന്ന സമയത്ത് വോളിയം കൂടും. വോളിയം കൂടുക എന്ന് പറഞ്ഞാൽ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് വീക്ക് ആവുക എന്നാണ് അർത്ഥം. കാരണം വോളിയം കൂടുക എന്ന് പറഞ്ഞാൽ അകലം കൂടുക എന്നാണ് അർത്ഥം. അകലം കൂടണമെങ്കിൽ അവർക്കിടയിലുള്ള ബോണ്ട് വീക്ക് ആയിരിക്കണം. അപ്പോൾ എ ബി ഇൻട്രാക്ഷൻ ഈസ് വീക്കർ ദാൻ എ ഇൻട്രാക്ഷൻ ആൻഡ് ബി ഇൻട്രാക്ഷൻ. എക്സാമ്പിൾസ് കേട്ടോട്ടടാ. എക്സാമ്പിൾസ് ഒന്ന്, ആൽക്കഹോൾ പ്ലസ് വാട്ടർ. ആൽക്കഹോളും വാട്ടറും. അതിനിപ്പോൾ എത്തനോൾ വാട്ടർ, മെത്തനോൾ വാട്ടർ അങ്ങനെ പ്രത്യേകം എടുത്തു പറയണ്ട. ഏതും പറ്റും. ആൽക്കഹോൾ പ്ലസ് ഹൈഡ്രോ കാർബൺ. എടാ എത്തനോളും ഹെക്സൈനും തമ്മിൽ മിക്സ് ആക്കി എന്ന് കേട്ടു. എത്തനോളും ഹെക്സൈനും അതൊന്നും ഇപ്പോൾ NCERT പച്ചക്ക് പറയുന്ന എക്സാമ്പിൾ അല്ല. എങ്കിൽ പോലും പഠിച്ചു വെച്ചോ, ഏത് ആൽക്കഹോളും ഏത് ഹൈഡ്രോ കാർബണും തമ്മിൽ മിക്സ് ആയാലും പഠിച്ചു വെച്ചോ അതാരാ? പോസിറ്റീവ് ഡീവിയേഷനാണ്. എടാ ആൽക്കഹോളും കാർബൺ ഡൈസൾഫൈഡും. ആൽക്കഹോളും പഠിച്ചു വെച്ചോളണേ. ആൽക്കഹോളും CCl4ഉം കാർബൺ ടെട്രാക്ലോറൈഡും. ഓക്കെ അല്ലേടാ? അപ്പോൾ 4 എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു. എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേടാ. ആൽക്കഹോളും വാട്ടറും. ഇനി ഒരാളും കൂടി ഞാൻ തരാം. അസറ്റോണും കാർബൺ ഡൈസൾഫൈഡും. നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അസറ്റോണും കാർബൺ ഡൈസൾഫൈഡും ഇവരെല്ലാവരും പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിളാണ്. ചടപടാ പെട്ടെന്നൊന്ന് നെഗറ്റീവ് ഡീവിയേഷൻ പറഞ്ഞേടാ. ഡെൽറ്റ വിയുടെ കഥ പറഞ്ഞ നെഗറ്റീവാണ്. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവാണ്. ഡെൽറ്റ എസിൻ്റെ വാല്യൂ നെഗറ്റീവാണ്. ഡെൽറ്റ ജിയുടെ വാല്യൂവും നെഗറ്റീവാണ്. നെഗറ്റീവ് ഡീവിയേഷൻ ആകുമ്പോൾ എല്ലാവരും അങ്ങനെയാണ്. ഡെൽറ്റ ജി പിന്നെ എല്ലായിടത്തും നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ എ ബി ഇൻറ്ററാക്ഷൻ എന്തായിരിക്കും? എ ബി ഇൻറ്ററാക്ഷൻ സ്ട്രോങ്ങർ ആയിരിക്കും. ആലോചിച്ചാൽ മനസ്സിലാകും. രണ്ടുപേരെ മിക്സ് ചെയ്യുന്ന സമയത്ത് അവരുടെ വോളിയം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറയുന്നു. വോളിയം കുറയുന്നു എന്ന് പറഞ്ഞാൽ സ്ട്രോങ് അട്രാക്ഷൻ ആണെന്നല്ലേടാ അതിനർത്ഥം. അപ്പോഴല്ലേ വോളിയം കുറയുക. എ ബി ഇൻട്രാക്ഷൻ ഈസ് സ്ട്രോങ്ങർ ദാൻ എ ഇൻട്രാക്ഷൻ ആൻഡ് ബി ഇൻട്രാക്ഷൻ. എക്സാമ്പിൾസ് പഠിച്ചോട്ടടാ. ആരാണ്? വാട്ടറും HClഉം. വേറൊരു എക്സാമ്പിൾ വാട്ടറും HNO3യും. വേറൊരു എക്സാമ്പിൾ ഫീനോളും അനിലിനും. നോട്ട് ചെയ്ത് വെച്ചോളണം, ഫീനോൾ ആൻഡ് അനിലിൻ. വേറെ എക്സാമ്പിൾ ക്ലോറോഫോമും അസറ്റോണും. ക്ലോറോഫോം, അസറ്റോൺ. ഇത്രയും നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിളായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യാനുള്ള ആളുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് പ്രധാനമായും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈ ഡെൽറ്റ വിയുടെ കാര്യം വെച്ച് ചോദിക്കാറുണ്ട്. ഡെൽറ്റ എസിൻ്റെ കാര്യം വെച്ച് ചോദിക്കാറുണ്ട്. ഈ സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻറ്ററാക്ഷൻ്റെ കാര്യം പ്രത്യേകം ചോദിക്കാറുണ്ട്. പിന്നെ എപ്പോഴും ചോദിക്കുന്നത് എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. റിലേഷൻ ബിറ്റ്വീൻ വേപ്പർ പ്രഷർ ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ടോപ്പിക്കാണ്. അതങ്ങനെ പച്ചക്ക് കുറേ സമയം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഭാഗം NCERTയിലില്ല. അതുകൊണ്ട് കുട്ടികൾ അതൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. ഒറ്റ വാക്കിൽ പരിപാടി കഴിഞ്ഞു. വേപ്പർ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോയിലിംഗ് പോയിൻറ്റ്. നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ ഒരാളുടെ വേപ്പർ പ്രഷർ വളരെ കൂടുതലാണ്, വിച്ച് മീൻസ് അയാളുടെ ബോയിലിംഗ് പോയിൻറ്റ് വളരെ കുറവാണ്. ഒരാളുടെ ബോയിലിംഗ് പോയിൻറ്റ് വളരെ കൂടുതലാണ്, വിച്ച് മീൻസ് അയാളുടെ വേപ്പർ പ്രഷർ വളരെ കുറവാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. വേപ്പർ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോയിലിംഗ് പോയിൻറ്റ്. കുഞ്ഞുങ്ങളെ, അസിയോട്രോപ്സ്. എടാ പബ്ലിക് എക്സാമിനാണെങ്കിലും എൻട്രൻസിനാണെങ്കിലും അസിയോട്രോപ്പിനെ കുറിച്ച് പഠിക്കാനുള്ളത് 5 പോയിൻറ്റുകളാണ്. 5 പോയിൻറ്റ് എൻ്റെ കൂടെ നിന്നോ. ഒന്നാമത്തെ പോയിൻറ്റ്, അസിയോട്രോപ്സ് ബൈനറി സൊല്യൂഷനാണ്. എന്താണ് ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? അസിയോട്രോപ്പിൽ 2 കമ്പോണൻറ്റ് ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. ഒരു എയും ഒരു ബിയും മാത്രം. എയും ബിയും സിയും അങ്ങനെ ഉണ്ടാവില്ല. 2 കമ്പോണൻറ്റ് അസിയോട്രോപ്പിൽ ഉണ്ടാവുള്ളൂ. അസിയോട്രോപ്പിന് കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് പോയിൻ്റാണ്. അപ്പോൾ 2 കമ്പോണൻ്റ് ഉണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. ആ എയുടെയും ബിയുടെയും ബോയിലിംഗ് പോയിൻ്റ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അസിയോട്രോപ്പിലെ കമ്പോണൻറ്റുകളെ കനോട്ട് ബി സെപ്പറേറ്റഡ്. അവരുടെ കമ്പോണൻറ്റുകളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ബൈ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓർ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ.
ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മെത്തേഡ് പ്രകാരവും അസിയോട്രോപ്പിലെ 2 കമ്പോണൻറ്റുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അസിയോട്രോപ്പിൽ പഠിക്കാനുള്ള അടുത്തൊരു പോയിൻ്റാണ് സെയിം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ്. എന്താ അതിനർത്ഥം? മക്കളെ, ഒരു പാത്രത്തിൽ ഞാൻ എയും ബിയും മിക്സ് ആക്കി. ഈ എയും ബിയും 1:4 എന്ന റേഷ്യോയിലാണ് ഞാൻ എടുത്തത് എന്ന് വെറുതെ വിചാരിക്കുക. ഒരു പാർട്ടി എ ആണെങ്കിൽ 4 പാർട്ടി ബി എടുത്തു. ഇവരിങ്ങനെ ഗ്യാസായി മാറുമല്ലോ. ഇങ്ങനെ ഗ്യാസായി ഇതിൻ്റെ സർഫസിൽ എയും ബിയും ഒക്കെ ഉണ്ടാവുമല്ലോ. എടാ, ഈ മിക്സർ ഒരു അസിയോട്രോപ്പ് ആണെങ്കിൽ ഈ ലിക്വിഡിൻ്റെ ഫേസിൽ എത്രയാണോ കോമ്പോസിഷൻ, അതേ കോമ്പോസിഷൻ ആയിരിക്കും ഗ്യാഷ്യസ് ഫേസിലും ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ 1:4 തന്നെയാണ് ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും ഉണ്ടാവുക. എപ്പോൾ ഈ എയും ബിയും മിക്സ് ചെയ്തിട്ട് അവരൊരു അസിയോട്രോപ്പ് ഫോം ചെയ്യുകയാണെങ്കിൽ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ 4 പോയിൻ്റായി. 5ാമത്തെ പോയിൻ്റ്, അസിയോട്രോപ്പ് 2 ടൈപ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഫസ്റ്റ് വൺ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന എക്സാമ്പിൾ ആരാണെന്ന് അറിയോടാ? എല്ലാ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരും അതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് എഴുതി തന്ന നെഗറ്റീവ് ഡീവിയേഷൻ്റെ എക്സാമ്പിൾസ് എല്ലാവരും ഇല്ലേടാ? H2O + HCl, H2O + HNO3, ഫീനോൾ + അനിലിൻ, ക്ലോറോഫോം + അസറ്റോൺ എന്നൊക്കെ പറയും. ഇവരെല്ലാവരും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പായി മാറാൻ കഴിവുള്ളവരാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പഠിച്ചോ, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് അപ്പോൾ ആരായിരിക്കും? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ്. ഓക്കെ, ഐഡിയൽ സൊല്യൂഷനിൽ നിന്ന്, റൗൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പായിട്ട് മാറാൻ കഴിവുള്ളവർ. നോട്ട് ചെയ്ത് വെച്ചോളനെ, ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ സംസാരിക്കാം. കുഞ്ഞുങ്ങളെ, വാൻ ഹോഫ് ഫാക്ടർ നന്നായി ശ്രദ്ധിച്ചോ. നല്ലോണം ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഐ. വാൻ ഹോഫ് ഫാക്ടറിന് ഐ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഒരിടത്ത് ഡിസോസിയേഷൻ നടക്കുന്നു എന്ന് കേട്ടാൽ അവിടുത്തെ വാൻ ഹോഫ് ഫാക്ടറിൻ്റെ വാല്യൂ >1 ആണെന്നും, വാൻ ഹോഫ് ഫാക്ടറിൻ്റെ വാല്യൂ >1 ആണെന്നും, ഒരിടത്ത് അസോസിയേഷൻ നടക്കുന്നു എന്ന് കേട്ടാൽ അവിടുത്തെ വാൻ ഹോഫ് ഫാക്ടറിൻ്റെ വാല്യൂ <1 ആണെന്നും നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ എല്ലാ ഡിസോസിയേഷനിലും വാൻ ഹോഫ് ഫാക്ടറിൻ്റെ വാല്യൂ >1, എല്ലാ അസോസിയേഷനിലും വാൻ ഹോഫ് ഫാക്ടറിൻ്റെ വാല്യൂ <1. അപ്പോൾ നമ്മൾ അതിലിടാ ഡിസോസിയേഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഡിസോസിയേഷൻ, ഫോർ എക്സാമ്പിൾ NaCl. NaCl എത്ര അയോൺ ഉണ്ട്? 2 അല്ലേ ഉള്ളത്, ഒരു Naയും Cl, വാൻ ഹോഫ് ഫാക്ടർ 2. കാൽസ്യം ക്ലോറൈഡ് I = ഒരു കാൽസ്യം 2 ക്ലോറിനും, ടോട്ടൽ 3 ആളല്ലേടാ, വാൻ ഹോഫ് ഫാക്ടർ 3. AlCl3 ടോട്ടൽ 4 ആളല്ലേടാ, വാൻ ഹോഫ് ഫാക്ടർ 4. കളി മനസ്സിലായില്ലേ? ഒരു അലുമിനിയം 3 ക്ലോറിൻ. K4 FeCN 6 ടൈംസ്. അപ്പോൾ ഇവിടെ വാൻ ഹോഫ് ഫാക്ടർ എത്ര? I = എടാ എത്ര അയോൺ ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. ഇവിടെ കാറ്റിയോൺ 4 ഉണ്ട്, പൊട്ടാസ്യം 4 ഉണ്ട്. ആനയോൺ ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള എല്ലാവരും കൂടി ഒരുമിച്ചാണ്. അപ്പോൾ അത് മൊത്തത്തിലൊരു പാർട്ടാണെന്ന് ഓർക്കുക. അതിൻ്റെ എണ്ണം 1 ആണ്. ഇതാ ഇവിടെ 1 എന്നല്ലേ ഉള്ളത്. അപ്പോൾ അത് മാത്രമേ എണ്ണാവൂ, അതിൻ്റെ ഉള്ളിലുള്ള സംഖ്യകൾ എണ്ണരുത്. അപ്പോൾ പുറത്ത് ഇവിടെ 4, ഇവിടെ 1, ടോട്ടൽ 5, വാൻ ഹോഫ് ഫാക്ടർ 5. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് Fe4 FeCN 6 ടൈംസ് 3 ടൈംസ് എന്ന് പറയുന്ന ഒരാളാണ്. നിങ്ങൾ ഇതിൻ്റെ വാൻ ഹോഫ് ഫാക്ടർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. സോ വാൻ ഹോഫ് ഫാക്ടർ I = 7. 4 3 കൂട്ടിയാൽ 7 അല്ലേടാ വരിക. അപ്പോൾ ടോട്ടൽ അയോണിൻ്റെ എണ്ണം കണ്ടാൽ വാൻ ഹോഫ് ഫാക്ടർ കിട്ടും. കുട്ടികളെ തെറ്റിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ആൾക്കാരാണ് MgSO4 പോലെയുള്ളവർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും വാൻ ഹോഫ് ഫാക്ടർ 2 ആണ്. കാരണം SO4 എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരാളാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. SO4 മൊത്തത്തിൽ ഒരാളാണ്, അതുകൊണ്ട് വാൻ ഹോഫ് ഫാക്ടർ 2 വരും. Al2SO4 ത്രൈസ് ആണെന്നുണ്ടെങ്കിൽ I = 5 വരും. ശരിയല്ലടാ? ഇവിടെ 2, ഇവിടെ 3. അപ്പോൾ SO4 നോക്കിയാടാ, SO4 ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് കാണിക്കും, അത് മാത്രമേ എണ്ണാവൂ. അങ്ങനെ ബ്രാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ 1 ആണ് എന്നാണ് അർത്ഥം. കുഞ്ഞുങ്ങളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റിപ്പോകുന്ന ഒരാളാണ് Hg2I2. Hg2I2 കാണുമ്പോൾ നമുക്ക് വാൻ ഹോഫ് ഫാക്ടർ 4 ആണെന്ന് തോന്നുമെങ്കിലും ഇതിൻ്റെ വാൻ ഹോഫ് ഫാക്ടർ 3 ആണ്. നോട്ട് ചെയ്ത് വെച്ചോട്ടാ. Hg2I2 കാണുമ്പോൾ നമുക്ക് വാൻ ഹോഫ് ഫാക്ടർ 4 ആണെന്ന് തോന്നുമെങ്കിലും വാൻ ഹോഫ് ഫാക്ടർ 4 Hg2I2 3 ആണ്. നോട്ട് ചെയ്ത് വെച്ചു. അതൊരു എക്സെപ്ഷനായിട്ട്, അല്ലെങ്കിൽ എക്സെപ്ഷനൊന്നുമല്ല, അതിൻ്റെ സ്പെഷ്യൽ കേസായിട്ട് പഠിച്ചു വെച്ചു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസോസിയേഷനെ കുറിച്ചാണ്. ഇനി നമുക്ക്
അസോസിയേഷനാണ് സംഭവിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് പഠിക്കുക? അസോസിയേഷൻ, കുഞ്ഞുങ്ങളെ, അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരലുകളല്ലേ. അപ്പോൾ രണ്ട് പേര് കൂടിച്ചേരുകയാണെങ്കിൽ നമ്മൾ അതിനെന്താ പേര് വിളിക്കുക? ഡൈമറൈസേഷൻ എന്നാണ് പേര് വിളിക്കുക. ഡൈമറൈസേഷൻ. ഡൈമറൈസേഷൻ നടന്നാൽ I = 1/2. പഠിച്ചു വെച്ചോ. 3 പേരാണ് കൂടിച്ചേരുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ട്രൈമറൈസേഷൻ. ട്രൈമറൈസേഷൻ ആണെങ്കിൽ I = 1/3. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ കഥ പറയുന്നില്ല. ഡൈമറൈസേഷൻ 1/2, ട്രൈമറൈസേഷൻ 1/3, ടെട്രാമറൈസേഷൻ 1/4, പെൻഡാമറൈസേഷൻ 1/5. അങ്ങനെ 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 എങ്ങനെ നോക്കിയാലും 1 ആണല്ലോ. ചുരുക്കം പറഞ്ഞാൽ വാൻ ഹോഫ് ഫാക്ടറിൻ്റെ വാല്യൂ <1 ആയിരിക്കും. <1. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഓൾ കേസസും എല്ലാ കേസസും എങ്ങനെയാണെന്ന് അറിയോടാ? അസ്യൂമിങ് അവിടെ 100% ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ നടക്കുന്നു എങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ എല്ലാ കേസും. അപ്പം ഞാൻ നിന്നോട് വെറുതെ NaClൻ്റെ വാൻ ഹോഫ് ഫാക്ടർ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ നീ 2 എന്ന് പറയുന്നത് NaCl വെള്ളത്തിൽ കലക്കുമ്പോൾ 100% ഡിസോസിയേഷൻ നടക്കുന്നു എന്ന് നമ്മളവിടെ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അസ്യൂം ചെയ്യുന്നുണ്ട്. AlCl3യുടെ വാൻ ഹോഫ് ഫാക്ടർ 4 എന്ന് പറയുന്നത് എപ്പോഴാണ്? 100% ഡിസോസിയേഷൻ നടക്കുമ്പോഴാണ് വാൻ ഹോഫ് ഫാക്ടർ 4 ആകുന്നത്. അപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാകും 100% ഡിസോസിയേഷൻ നടക്കുന്നില്ലെങ്കിൽ വാൻ ഹോഫ് ഫാക്ടറിൻ്റെ വാല്യൂ ഈ പറഞ്ഞതൊന്നുമല്ല. അപ്പോൾ ഞാൻ നിന്നോട് K4 എഫിഷ്യൻറ്റ് 6 ടൈംസ് എന്ന് മാത്രം പറഞ്ഞു, വാൻ ഹോഫ് ഫാക്ടർ = 5 എന്ന് നീ പറഞ്ഞു. അതെപ്പോഴാണ്? അതിന് കംപ്ലീറ്റ് ഡിസോസിയേഷൻ 100% ഡിസോസിയേഷൻ നടക്കുമ്പോൾ മാത്രമാണ്. അതിന് 100% ഡിസോസിയേഷൻ നടക്കുന്നില്ല, ഒരു 70% ഡിസോസിയേഷൻ നടക്കുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ വാൻ ഹോഫ് ഫാക്ടറിൻ്റെ വാല്യൂ ഈ 5 അല്ല എന്നർത്ഥം. അപ്പോൾ 100% ഡിസോസിയേഷൻ അല്ലെങ്കിൽ വാൻ ഹോഫ് ഫാക്ടറിൻ്റെ വാല്യൂ എങ്ങനെ കാണുക എന്നുള്ളത് നമ്മൾ അറിയണ്ടേ. അതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഇതുവരെ പഠിപ്പിച്ച എല്ലാ കേസുകളും അസ്യൂമിങ് 100% ഡിസോസിയേഷൻ ഓർ അസോസിയേഷനാണ്. ഇൻകംപ്ലീറ്റ് അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ആണെങ്കിലോ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസോസിയേഷൻ, ഇൻകംപ്ലീറ്റ് ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് പഠിക്കുക അറിയോ? I = 1 + α × n-1. ബോക്സിലാക്കി വെച്ചു. I = 1 + α × n-1. ഇവിടെ ആൽഫ ഉണ്ട്. ആൽഫ ആരാണെന്ന് അറിയോടാ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ. എടാ, അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ 100% ഡിസോസിയേഷനോ അസോസിയേഷനോ നടക്കുന്നില്ല എന്നാണ്. അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരും. N എന്താണെന്ന് നിങ്ങൾക്കൊരു ഡൗട്ടില്ലടാ. N ഞാൻ ചെയ്തു തരാം, എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. എടാ, A2B എന്ന് പേരുള്ള ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. A2B ഇയാളുടെ ആൽഫയുടെ വാല്യൂ 0.6 ആണെന്ന് തന്നിട്ടുമുണ്ട്. അപ്പോൾ ആൽഫയുടെ വാല്യൂ 0.6 എന്ന് തരുന്നോട് കൂടെ തന്നെ നിനക്ക് ഉറപ്പിക്കാം ഇയാൾക്ക് 100% ഡിസോസിയേഷൻ നടക്കുന്നില്ല. 100% ഡിസോസിയേഷൻ നടക്കുകയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ 1 ആയിരിക്കും. 1ൽ താഴെയുള്ള എല്ലാ വാല്യൂസിലും പഠിച്ചു വെച്ചോ 100% ഡിസോസിയേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് വാൻ ഹോഫ് ഫാക്ടറിൻ്റെ വാല്യൂ നമ്മൾ പ്രതീക്ഷിച്ചതല്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ നിന്നോട് ചോദിക്കട്ടെ മോനെ, A2B എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച വാല്യൂ എത്രയായിരുന്നു? പ്രതീക്ഷിച്ചിരുന്നല്ലോ നീ പണ്ട്. A2B എന്ന് കേൾക്കുമ്പോൾ വാൻ ഹോഫ് ഫാക്ടറിൻ്റെ വാല്യൂ നീ പ്രതീക്ഷിച്ചിരുന്നല്ലോ. അതെത്രയായിരുന്നു? 3 അല്ലേടാ. 2 Aയും 1 Bയും. അതാണ് ഇവിടുത്തെ N. നമ്മളെ ഇക്വേഷനിൽ I = 1 + α × n-1 എന്നൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. അതിൽ N എന്താ? 100% ഡിസോസിയേഷൻ നടക്കുകയാണെങ്കിലുള്ള വാൻ ഹോഫ് ഫാക്ടറാണ്. അപ്പോൾ N = 3 എന്ന് നമുക്ക് കിട്ടി. നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. I = 1 + α × n-1. I = 1 + എത്രയാണ് ആൽഫ? 0.6. N എത്രയാണ് കുഞ്ഞ്? 3 - 1. എത്രയാടാ? 3 - 1 2. 2 × 0.6 1.2. 1.2 + 1 2.2. I = 2.2. മനസ്സിലായോ? ഐയുടെ വാല്യൂ നമ്മൾ 3 പ്രതീക്ഷിച്ചു, പക്ഷേ ആക്ച്വൽ വാല്യൂ 2.2. കാരണം എന്താ? 100% ഡിസോസിയേഷൻ നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്തേടാ. AB3 എന്ന് പേരുള്ള അല്ലെങ്കിൽ എന്ന് ഫോർമുലയുള്ള ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടെന്ന് വെറുതെ വിചാരിക്കും. ഇവിടെ ആൽഫയുടെ വാല്യൂ 0.75 ആണ്. ആൽഫയുടെ വാല്യൂ 0.75 എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലായി 100% ഡിസോസിയേഷൻ നടക്കുന്നില്ല. വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് I? എല്ലാവരും ചെയ്ത് നോക്ക്.
എല്ലാവരും ചെയ്ത് നോക്ക്, വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്ക് മോനെ. ഐ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ആൽഫ ഇൻറ്റു n മൈനസ് 1. വാട്ട് ഈസ് n ഹിയർ? 100% ഡിസോസിയേഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചത് AB3, ഒരു എയും 3 ബിയും ടോട്ടൽ 4 അയോൺസ് ഉണ്ടാകുമെന്നാണ്. വാൻ ഹോഫ് ഫാക്ടർ 4 വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതാണ് n. സോ ഐ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 0.75 ഇൻറ്റു n മൈനസ് 1 ഈസ് ഈക്വൽ ടു 3. 0.75നെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 2.25 പ്ലസ് 1 3.25 ഈസ് ദി കറക്റ്റ് ആൻസർ. മനസ്സിലായോ? ഉറപ്പല്ലേടാ? എടാ കുഞ്ഞെ, നോട്ടാക്കിയിട്ട് സ്റ്റാർ ഇട്ടിട്ട് എഴുതി വെച്ചോ. എനി ഓർഗാനിക് ആസിഡ് ഇൻ എനി ഓർഗാനിക് സോൾവെൻറ്റ്, any organic acid in any organic solvent undergo dimerization. Undergo dimerization. Any organic acid in any organic solvent undergo dimerization. ഏത് ഓർഗാനിക് ആസിഡും ഏത് ഓർഗാനിക് സോൾവെൻറ്റിലും ഡൈമറൈസേഷൻ നടക്കും. എടാ ഓർഗാനിക് ആസിഡിൻ്റെ എക്സാമ്പിൾ അറിയില്ലേടാ? അസറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ്, കേട്ടിട്ടില്ലേ? ഫോമിക് ആസിഡ്, അതുപോലെ ബെൻസോയിക് ആസിഡ്. ചുരുക്കം പറഞ്ഞാൽ COOH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ആസിഡുകളാണ് ഓർഗാനിക് ആസിഡ്. ഇൻ എനി ഓർഗാനിക് സോൾവെൻറ്റ് ജനറലായിട്ട് കേൾക്കുന്ന ആൾക്കാരാണ് ബെൻസീൻ, അതുപോലെ ടൊളവീൻ പോലെയുള്ള ആൾക്കാർ, ഹെക്സൈൻ, ഹെപ്റ്റൈൻ ഒക്കെ ഓർഗാനിക് സോൾവെൻറ്റാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചോളണേ. ഞാനിവിടെ എഴുതുന്നതൊന്ന് ശ്രദ്ധിച്ച് കണ്ടേ. അസറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ. എടാ ഏതൊരു ഓർഗാനിക് ആസിഡും ഏതൊരു ഓർഗാനിക് സോൾവെൻറ്റിലാണെങ്കിലും വാൻ ഹോഫ് ഫാക്ടറിൻ്റെ വാല്യൂ 1/2 ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ വാൻ ഹോഫ് ഫാക്ടറിൻ്റെ വാല്യൂ 1/2 എന്ന് എടുക്കേണ്ടത് ഇവിടെ 100% അസോസിയേഷൻ നടക്കുകയാണ് എങ്കിലാണ്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഇദ്ദേഹം നിങ്ങളോട് പറയുകയാണ് ഇവിടെ 50% അസോസിയേഷൻ നടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 100% ആണ് അസോസിയേഷൻ എങ്കിൽ 1/2 ആണ് വാല്യൂ. ഇവിടെ 50% അസോസിയേഷൻ നടക്കുന്നുള്ളൂ, അതുകൊണ്ട് ഇവിടുത്തെ വാൻ ഹോഫ് ഫാക്ടറിൻ്റെ വാല്യൂ 1/2 അല്ല. അപ്പോൾ ആ വാൻ ഹോഫ് ഫാക്ടറിൻ്റെ വാല്യൂ നമ്മൾ കാണണം. കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഐ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ആൽഫ ഇൻറ്റു n മൈനസ് 1. ക്ലിയർ അല്ലേടാ? n എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. 100% നടക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വാല്യൂ ആണ് n. അപ്പോൾ ഇവിടെ 1/2 ആണ് n. 50% എന്ന് തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് തന്നു കഴിഞ്ഞാൽ ആൽഫ എങ്ങനെ കാണും? ആൽഫ ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ 50% എന്ന് പറഞ്ഞാലും അവിടെ ഉദ്ദേശിച്ചത് ആൽഫ തന്നെയാണ്. അപ്പോൾ ആൽഫ എങ്ങനെയാണ് നമ്മൾ കാണുക? തന്നിരിക്കുന്ന പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. ആ 0.5നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വാൻ ഹോഫ് ഫാക്ടർ ഐ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 0.5 ഇൻറ്റു n മൈനസ് 1. n എത്രയാടാ? 1/2. ദാറ്റ്സ് ഓൾസോ 0.5 മൈനസ് 1. ഒന്ന് ശ്രദ്ധിച്ച് കണ്ടേ. 1 പ്ലസ് 0.5 ഇൻറ്റു 0.5 മൈനസ് 1, ദാറ്റ് ഈസ് മൈനസ് 0.5 അല്ലേടാ? അപ്പോൾ ഒരു പ്ലസ് 0.5ഉം മൈനസ് 0.5 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് മൈനസ് 0.25. സോ ദി ടോട്ടൽ വാല്യൂ ഈസ് 0.75. കണ്ടല്ലോ, വാൻ ഹോഫ് ഫാക്ടറിൻ്റെ വാല്യൂ 0.75 ആണ്, അഥവാ 1/4 ആണ്, അല്ലാതെ 1/2 അല്ല. 1/2 ആവുന്നത് എപ്പോഴാണ്? 100% അസോസിയേഷൻ നടക്കുമ്പോഴാണ്. ഇവിടെ 50% മാത്രമേ അസോസിയേഷൻ നടക്കുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ആൽഫയും ഐയും തമ്മിലുള്ള റിലേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. എല്ലാവരും എഴുതിക്കോ മോനെ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നാണ് പേര്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ആരൊക്കെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് നിങ്ങൾക്കറിയാം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ജനറലി ആരാണെന്ന് നിങ്ങൾ എഴുതിക്കേടാ? പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഓൺലി. എഴുതി വെച്ചേ. പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഓൺലി. സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ മാസിനെയോ സോൾവെൻറ്റ് പാർട്ടിക്കിളിൻ്റെ എണ്ണത്തെയോ ഒന്നുമല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പറഞ്ഞോ? നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഓൺലി. സൊല്യൂട്ടിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആര്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് 4 എണ്ണമുണ്ട്. ഒന്ന് പെട്ടെന്ന് എഴുതിക്കോ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. 2 എലവേഷൻ
ഇൻ ബോയിലിംഗ് പോയിന്റ്, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. 3 ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. 4 ഓസ്മോട്ടിക് പ്രഷർ. എല്ലാവരും എഴുതി വെക്ക്. ഈ 4 എണ്ണമാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഓസ്മോട്ടിക് പ്രഷർ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. 4 എണ്ണത്തിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിളുകൾ എഴുതി വെച്ച്. ഡെൽറ്റ പി ബൈ പി, ഇവിടെ ഡെൽറ്റ ടി ബി എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ ഈസ് പൈ. കുഞ്ഞുങ്ങളെ ഞാൻ നിന്നോട് ചോദിക്കട്ടെടാ, ഒരുത്തൻ നിന്നോട് ബോയിലിംഗ് പോയിന്റ് എന്ന് മാത്രം പറഞ്ഞു, ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു, വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു. ഹലോ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയാതെ വേപ്പർ പ്രഷർ എന്ന് മാത്രം പറഞ്ഞു, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാതെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു, അതുപോലെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് മാത്രം പറഞ്ഞാൽ ഇവരൊന്നും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല, നോട്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആവണമെങ്കിൽ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് തന്നെ എടുത്തു പറയണം. അവിടെ ഞാൻ എന്തിനാ അത് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, കാരണം ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഒരുത്തൻ വന്നിട്ട് നിന്നോട് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞില്ല, പകരം ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു. ഹലോ, ഇത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണോ അല്ലയോ? അപ്പോൾ ചിലർക്ക് ഇങ്ങനെ തോന്നും, വേപ്പർ പ്രഷർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. അപ്പോൾ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആവുമോ ഇല്ലയോ? ശരിക്കും പഠിച്ചു വെച്ചോ മോനെ, ഇതൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറും ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് മാത്രം പറഞ്ഞാലും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. ഇനി ഇതിൽ ഓരോരുത്തരെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ എല്ലാവരും എടുത്തെഴുത്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ പി. ഇത് കാണാൻ മോനെ 4 ഇക്വേഷൻസ് ഉണ്ട്. ആ 4 ഇക്വേഷൻ ഞാൻ നീട്ടി വലിച്ച് എഴുതുന്നുണ്ട്, സഹായിച്ചോ. ഒന്ന് ഐ ഇൻറ്റു P01 മൈനസ് P1 ഡിവൈഡഡ് ബൈ P01, ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ഐ ഇൻറ്റു Chi2. മൂന്നാമത്തെ ഇക്വേഷൻ ഐ ഇൻറ്റു N2 ഡിവൈഡ് ബൈ N1. നാലാമത്തെ ഇക്വേഷൻ ഐ ഇൻറ്റു W2 ബൈ M2 ഇൻറ്റു M1 ബൈ W1. കുഞ്ഞുങ്ങളെ, ഈ 4ഉം റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കാണാനുള്ള ഇക്വേഷൻസാണ്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. എനിവേ, ഞാൻ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഞാനിവിടെ തരാം. കാൽക്കുലേഷനൊക്കെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. 60 ഗ്രാം അൺനോൺ സൊല്യൂട്ട്, 60 ഗ്രാം അൺനോൺ സൊല്യൂട്ട്, 60 ഗ്രാം അൺനോൺ സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ 1800 ഗ്രാം വാട്ടർ, 1800 ഗ്രാം വാട്ടർ. ഓക്കെ, ഒരു 60 ഗ്രാം അൺനോൺ സൊല്യൂട്ട് 1800 ഗ്രാം വാട്ടറിൽ ഡിസോൾവ് ചെയ്തു. ആ സമയത്ത് ഞാൻ ഡയലോഗൊന്നും പറയണില്ല, ഞാൻ ചെറിയതാക്കി ഇങ്ങനെ പറയുകയാണ്. ഇയാളുടെ വേപ്പർ പ്രഷർ, വെള്ളത്തിൻ്റെ വേപ്പർ പ്രഷർ 700 mmHg ഉണ്ടായിരുന്നത് ഇയാളെ ഡിസോൾവ് ചെയ്യുന്നതോടുകൂടെ 665 mmHg ആയിട്ട് മാറി. വെറുതെ ഒന്ന് കേട്ടോ, വെള്ളത്തിൻ്റെ വേപ്പർ പ്രഷർ ഉണ്ടായിരുന്നത് 700 mmHg ആണ്, അത് 665 mmHg ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഈ അൺനോൺ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. കുഞ്ഞുങ്ങളെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യനാണ് എൻട്രൻസിന് എപ്പോഴും ചോദിക്കാറുള്ളത്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പറയാതെ പറഞ്ഞിട്ട് അൺനോൺ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയടാ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കാണാനുള്ള ഈ ഇക്വേഷനും റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കാണാനുള്ള ഈ 4ാമത്തെ ഇക്വേഷനും തമ്മിൽ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടിലും വാൻ ഹോഫ് ഫാക്ടർ ഉണ്ട്, അത് കട്ട് ചെയ്ത് ഒഴിവാക്കി ബാക്കിയുള്ള ആൾക്കാരൊന്ന് വിളിച്ച് പറഞ്ഞ് P01 മൈനസ് P1 ഡിവൈഡ് ബൈ P01 ഈസ് ഈക്വൽ ടു W2 ഡിവൈഡ് ബൈ M2 ഇൻറ്റു M1 ഡിവൈഡ് ബൈ W1. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, പ്രശ്നം തീർന്നു. P01
0 എന്ന് പറഞ്ഞാൽ പ്യുവർ സ്റ്റേറ്റ് ആണല്ലോ. ഈ സൊല്യൂട്ട് ഇടുന്നതിന് മുമ്പുള്ള വേപ്പർ പ്രഷർ ഇദ്ദേഹമാണത് 700. സോ 700 മൈനസ് P1 സൊല്യൂട്ട് ഇട്ടതിന് ശേഷമുള്ളത് 665 ഡിവൈഡഡ് ബൈ P01 700 വിൽ ബി ഈക്വൽ ടു W2. W എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്ന വെയിറ്റ് എന്നാണ്. M എന്ന് പറഞ്ഞാൽ മോളാർ മാസ് എന്നാണ്. 1 എന്ന് ഇനി എവിടെ കേട്ടാലും സോൾവെൻ്റ് ആണ്, സോൾവെൻറ്റ്. 2 എന്ന് എവിടെ കേട്ടാലും സൊല്യൂട്ടാണ്. അപ്പോൾ എല്ലാവരും ആയി. നോക്കിക്കേ, W2 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ മാസ്. സൊല്യൂട്ട് ആരാ? അൺനോൺ സൊല്യൂട്ട്. അത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മാസ് എത്ര? 60 ഡിവൈഡഡ് ബൈ അയാളുടെ മോളാർ മാസ്, അതാണ് നമുക്ക് കാണേണ്ടത്, ഇൻറ്റു M1 സോൾവെൻറ്റിൻ്റെ മോളാർ മാസ്. ആരാണ് സോൾവെൻറ്റ്? വാട്ടർ ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വാട്ടറിൻ്റെ മോളാർ മാസ് എത്രയാടാ? H2Oയുടെ മോളാർ മാസ് നിങ്ങൾക്ക് ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 2 ഹൈഡ്രജൻ 2 ഓക്സിജൻ 16, ടോട്ടൽ 18 എന്നല്ലടാ മോളാർ മാസ് വരിക. ഡിവൈഡഡ് ബൈ അയാളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മാസ് 1800 ഗ്രാം. W1 1800. അപ്പോൾ കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ നിങ്ങൾക്ക് വെട്ടി ഒഴിവാക്കാൻ തോന്നുന്നുണ്ട്. ഇവിടുത്തെ ഒരു 0 പോകും, ഇവിടുത്തെ ഒരു 0 പോകും, ഇവിടെ 18 പോകും, ഇവിടെ 180 താഴെ 10 എന്ന് മാത്രം ബാക്കിയാവും. 700-ൽ നിന്ന് 665 പോയാൽ ബാക്കി എത്ര ഉണ്ടാവുക? 35 അല്ലേ ഉണ്ടാവുക. 35ഉം 700ഉം കട്ടായി പോകും. 35ൻ്റെ ഡബിളാണ് 70. അപ്പോൾ ആ ഡബിളിൻ്റെ 10 ഇരട്ടിയാണ് 700. സോ ഇത് 1/20 എന്ന് വരും. ക്ലിയർ അല്ലേടാ? ഇനി ആ M2 അല്ലേ നമുക്ക് വേണ്ടുള്ളൂ. M2 ഇങ്ങോട്ട് വരട്ടെ. M2 ഈസ് ഈക്വൽ ടു, അവിടെ കാണുന്ന ആൾക്കാർ ആരൊക്കെയാണ്? 6 ഇൻറ്റു 18 പോയി, ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 10 ഉണ്ട്, ഈ 20 അങ്ങോട്ട് പോട്ടെ, ഇൻറ്റു 20. അപ്പോൾ 0 കട്ടായി പോയി. 6 ഇൻറ്റു 2 12 ഈസ് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ 12 ഗ്രാമാണ് ഈ സൊല്യൂട്ടിൻ്റെ മാസ് എന്നാണ് നമ്മളിവിടെ കണ്ടെത്തിയത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, അൺനോൺ സൊല്യൂട്ടിൻ്റെ മാസ് കാണാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ റിലേറ്റീവ് ലോറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇക്വേഷൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ കാണാം. 2 എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. എടാ ഡെൽറ്റ TB കാണാനുള്ള ഇക്വേഷൻസ് ഓർത്ത് വെച്ചോ. I ഇൻറ്റു KB ഇൻറ്റു M. എടാ M എന്ന് പറഞ്ഞാൽ മൊളാലിറ്റിയാണ്. മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു I ഇൻറ്റു KB ഇൻറ്റു, ഞാൻ മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1. ഇപ്പോൾ ഡെൽറ്റ TB കാണാനുള്ള ലാസ്റ്റ് ഇക്വേഷനായി. ഏറ്റവും വലിയ ഇക്വേഷൻ ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയാത്ത ഒരാൾ KB ആണ്. KBയെ നമ്മൾ എബുലിയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് എന്ന് പേര് വിളിക്കും. എബുലിയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് എന്നാണ് പേര്, എബുലിയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ്. ഇനി അതല്ലെങ്കിൽ ബോയിലിംഗ് പോയിൻ്റ് എലവേഷൻ കോൺസ്റ്റൻ്റ് എന്നും ഇതിന് പേരുണ്ട്. ബോയിലിംഗ് പോയിൻ്റ് എലവേഷൻ കോൺസ്റ്റൻ്റ്. എടാ വെള്ളമാണ് സോൾവെൻ്റ് എങ്കിൽ, വാട്ടറാണ് സോൾവെൻ്റ് എങ്കിൽ KBയുടെ വാല്യൂ കാണാതെ പഠിക്കണം. 0.52 കെൽവിൻ കിലോഗ്രാം പെർ മോളാണ്. യൂണിറ്റ് നിങ്ങൾ നോക്കണ്ട, ഈ ഡിജിറ്റ് നോക്ക്. 0.52 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. ഫൈനലി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്ക്. ഫൈനലി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയും കാണാം, ഫൈനൽ ബോയിലിംഗ് പോയിൻ്റ് എത്രയാണ്? എടാ ഫൈനൽ ബോയിലിംഗ് പോയിൻ്റ് കാണാൻ സിമ്പിൾ ഇക്വേഷനാണ്, എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. ഫൈനൽ ബോയിലിംഗ് പോയിൻ്റ് കാണാൻ ഇനീഷ്യൽ ബോയിലിംഗ് പോയിൻ്റ് പ്ലസ് ഡെൽറ്റ TB ആണ്. പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ ഡെൽറ്റ TB കാണാനും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഡെൽറ്റ TB കാണാനാണെങ്കിൽ ഈ ഇക്വേഷനിൽ കൊടുത്തു വാങ്ങുക. ഫൈനൽ ബോയിലിംഗ് പോയിൻ്റ് കാണാനും ചോദിക്കാറുണ്ട്. ഫൈനൽ ബോയിലിംഗ് പോയിൻ്റ് കാണാൻ ഇനീഷ്യൽ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ കൂടെ ഡെൽറ്റ TB ആഡ് ഓൺ ചെയ്യുക. എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻ്റ് പഠിച്ച ഒരാൾക്ക് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻ്റ് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇതിൻ്റെ ഒക്കെ നേരെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടേംസ് ഉപയോഗിച്ചാൽ മതി. ഡെൽറ്റ TF ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻ്റ് ശ്രദ്ധിച്ച് കാണണേ മോനെ. ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു I ഇൻറ്റു KF ഇൻറ്റു M. M എന്ന് പറഞ്ഞാൽ മൊളാലിറ്റിയാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദി വാല്യൂ ഓഫ് മൊളാലിറ്റി W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1. ക്ലിയർ അല്ലേടാ? ഇതാണ് ഡെൽറ്റ TF കാണാനുള്ള ഫൈനൽ ഇക്വേഷൻ. KF ആരാണെന്ന് പറയണം. KF എന്ന് പറഞ്ഞാൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് ആണ്. ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് ഓർ ഫ്രീസിംഗ് പോയിൻ്റ് ഡിപ്രഷൻ കോൺസ്റ്റൻ്റ്. ഫ്രീസിംഗ് പോയിൻ്റ് ഡിപ്രഷൻ കോൺസ്റ്റൻ്റ്. നേരത്തെ പറഞ്ഞ പോലെ വെള്ളമാണ് സോൾവെൻ്റ് എങ്കിൽ KFനൊരു ഫിക്സ്ഡ് വാല്യൂ ആണ് 1.86. കാണാതെ പഠിക്കണം.
യൂണിറ്റ് ഒക്കെ സെയിം തന്നെയാണ്, 1.6686 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. ഫൈനൽ ഫ്രീസിംഗ് പോയിന്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ചേഞ്ച് ഉണ്ട് മോനെ. ഇനീഷ്യൽ ഫ്രീസിംഗ് പോയിന്റ് മൈനസ് ഡെൽറ്റ ടി എഫ് വേണം. ഇനീഷ്യൽ ഫ്രീസിംഗ് പോയിന്റ് മൈനസ് ഡെൽറ്റ ടി എഫ് ആണ് വേണ്ടത്. കാരണം ഇവിടെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണല്ലോ. ഫ്രീസിംഗ് പോയിന്റ് കുറയുക ചെയ്യുക, ഇനീഷ്യലിനേക്കാൾ കുറയും. എത്ര കുറയും? ഡെൽറ്റ ടി എഫ് കുറയും. ഡെൽറ്റ ടി എഫ് എങ്ങനെ കിട്ടും? ഇങ്ങനെ കിട്ടും. ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തും. ഫൈനലി നാലാമത്തതാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ പൈ ഈസ് ഈക്വൽ ടു ICRT ആണ്. പൈ ഈസ് ഈക്വൽ ടു ICRT ആണ്. എടാ ഈ സി എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് മൊളാരിറ്റി ആണ്, മൊളാരിറ്റി. അപ്പോൾ പൈ ഈസ് ഈക്വൽ ടു I ഇൻറ്റു W2RT ഡിവൈഡഡ് ബൈ M2V എന്നതാണ് ഫൈനൽ ഇക്വേഷൻ. എങ്ങനെ മനസ്സിലായി? ആ സി എന്നതിനെ ഞാൻ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൊളാരിറ്റിയുടെ ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ വോളിയം എന്ന് പറയുന്നത് ലിറ്ററിലാണെന്ന് മനസ്സിലാക്കണം. മില്ലി ലിറ്ററിലാണ് ക്വസ്റ്റ്യൻ തരുന്നതെന്നുണ്ടെങ്കിൽ ലിറ്ററിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തെടുക്കുക. ഓക്കെ ആണല്ലോ? ഈ ഇക്വേഷനും ഇതിൻ്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂ. ക്വസ്റ്റ്യൻ ഞാൻ തരും, നിങ്ങൾ ചെയ്യും, അതിനെ വിട്ടേക്കൂ. എടാ അവിടെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് ഐസോടോപ്പിക് സൊല്യൂഷൻ. ഐസോടോണിക് സൊല്യൂഷൻ. ഐസോടോണിക് സൊല്യൂഷൻ എന്താണ്? ഐസോടോണിക് സൊല്യൂഷൻ. ഐസോടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷറാണ്. വൃത്തിയായിട്ട് പഠിച്ചു. സൊല്യൂഷൻ ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷറാണ്. കുഞ്ഞുങ്ങളെ, ഓസ്മോട്ടിക് പ്രഷർ സെയിം ആയിട്ടുള്ള രണ്ട് സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐസോടോണിക് സൊല്യൂഷൻ എന്ന് പേര് വിളിക്കുക. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സൊല്യൂഷനും ബി എന്ന് പറയുന്ന സൊല്യൂഷനും ഐസോടോണിക് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. WA ഡിവൈഡഡ് ബൈ MA വിൽ ബി ഈക്വൽ ടു WB ഡിവൈഡഡ് ബൈ MB. മരിച്ചാലും മറക്കരുത്. WA ബൈ MA വിൽ ബി ഈക്വൽ ടു WB ബൈ MB. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടടാ. 6 gram urea solution. 6 gram urea solution is isotonic with X gram glucose solution. ഗ്ലൂക്കോസ് സൊല്യൂഷൻ്റെ X ഗ്രാമിന് ഐസോട്ടോണിക് ആണ്. എക്സ് എത്ര എന്ന് കണ്ടെത്തുക. ഒന്നും നോക്കണ്ട, ഐസോട്ടോണിക് ആണ് എന്ന് കേട്ടോ. നേരെ ചെയ്യാനുള്ള പരിപാടി WA ബൈ MA വിൽ ബി ഈക്വൽ ടു WB ബൈ MB. ഒന്നാമൻ്റെ വെയിറ്റ് 6, അയാളുടെ മോളാർ മാസ് 60. യൂറിയയുടെ മോളാർ മാസ് പഠിപ്പിച്ചിട്ടില്ലടാ. യൂറിയ 60 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്ലൂക്കോസ് 180 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സൂക്രോസ് 342 ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ 3 പേരുടെ പ്രത്യേകത എന്താ? ഈ 3 പേരെ ഒരുമിച്ച് പറഞ്ഞത് എന്തിനാ? ഈ 3 പേരുടെയും വാൻ ഹോ ഫാക്ടറിൻ്റെ വാല്യൂ 1 ആണ്. ഓർത്ത് വെച്ചേക്കുക. 3 പേരുടെയും വാൻ ഹോ ഫാക്ടറിൻ്റെ വാല്യൂ 1 ആണ്. വാൻ ഹോ ഫാക്ടറിൻ്റെ വാല്യൂ 1 ഉള്ള 3 പേരും അവരുടെ മോളാർ മാസും പഠിക്കൽ ഫർവാണ്. യൂറിയ, ഗ്ലൂക്കോസ്, സൂക്രോസ്. അപ്പോൾ ഒന്നാമൻ്റെ വെയിറ്റ് ഡിവൈഡ് ബൈ മോളാർ മാസ് വിൽ ബി ഈക്വൽ ടു രണ്ടാമൻ്റെ വെയിറ്റ്, അതാണ് നമ്മൾ എക്സ് എന്ന് എടുത്തത്, ഡിവൈഡ് ബൈ ഗ്ലൂക്കോസിൻ്റെ മോളാർ മാസ് 180. സോ എക്സ് ഇസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 180. ഡേ കട്ടാവാനുള്ളതൊക്കെ കട്ടായിടേ. ഫൈനൽ ആൻസർ 18 gram എന്ന ആൻസർ കിട്ടും. ക്ലിയർ അല്ലേടാ? അപ്പോൾ ഐസോട്ടോണിക് ആണെങ്കിൽ ഈ ഇക്വേഷൻ മനസ്സിലേക്ക് വരണം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്തേ. 5% യൂറിയ സൊല്യൂഷൻ. 5% യൂറിയ സൊല്യൂഷൻ ഈസ് ഐസോട്ടോണിക് വിത്ത് X% ഗ്ലൂക്കോസ് സൊല്യൂഷൻ. X% ഗ്ലൂക്കോസ് സൊല്യൂഷൻ. കുഞ്ഞുങ്ങളെ, ഇവിടുത്തെ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്തു വയ്ക്കേ. നിങ്ങൾ ഒറ്റയ്ക്ക് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നൊരു വിഷമം ഇതാണ്, സാറേ പെർസെൻറ്റേജൊക്കെ തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുക? ഒന്നും ചെയ്യാനില്ല, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്യുക. പെർസെൻറ്റേജ് ഓഫ് A ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് A വിൽ ബി ഈക്വൽ ടു പെർസെൻറ്റേജ് ഓഫ് B ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് B. നോട്ട് ചെയ്തോ? അപ്പോൾ വെയിറ്റ് തന്നാൽ വെയിറ്റ് ഓഫ് A ബൈ മോളാർ മാസ് ഓഫ് A, പെർസെൻറ്റേജ് എന്നാൽ പെർസെൻറ്റേജ് ഓഫ് A ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് A. അതായത് ഈ പെർസെൻറ്റേജിൽ തരുന്നത് വെയിറ്റ് തന്നെയാണ് നിങ്ങൾ വിചാരിച്ചാൽ മതി. 5 ഡിവൈഡ് ബൈ 60 വിൽ ബി ഈക്വൽ ടു X ഡിവൈഡ് ബൈ 180. അപ്പോൾ X ഇസ് ഈക്വൽ ടു 5 ബൈ 60 ഇൻറ്റു 180. സോ 15 gram എന്ന ആൻസർ വരും. 15 gram. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ?
അപ്പോൾ ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മുടെ ഡിസ്കഷൻ ഏരിയയിലുണ്ട്. എടാ, പബ്ലിക് എക്സാമിന് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. IM കാൽക്കുലേഷൻ, I ഇൻറ്റു M കാൽക്കുലേഷൻ. കുഞ്ഞുങ്ങളെ, I എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, വാൻ ഹോഫാക്ടർ ആണ്. M എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഓർ മൊളാലിറ്റി. എന്താ ക്വസ്റ്റ്യനിൽ തരണമെന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ടേം, അത്രേ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നോക്കിക്കോട്ടെ, ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഇങ്ങനെ എഴുതിയിടുന്നുണ്ട്, ശരിക്കും എല്ലാവരും ശ്രദ്ധിച്ചോ. 0.1 മോളാർ NaCl സൊല്യൂഷനും ഉണ്ട്, 0.1 മോളാർ MgCl2 സൊല്യൂഷനും ഉണ്ട്. നോക്കിക്കേടാ, രണ്ടിൻ്റെയും മൊളാരിറ്റി സെയിം അല്ലേ? ഇതിലാർക്കാണ് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ, ആർക്കാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് കൂടുതൽ, ആർക്കാണ് ഓസ്മോട്ടിക് പ്രഷർ കൂടുതൽ, ആർക്കാണ് ഫ്രീസിംഗ് പോയിന്റ് കൂടുതൽ, ആർക്കാണ് വേപ്പർ പ്രഷർ? ഇങ്ങനെ പല ഐറ്റം ക്വസ്റ്റ്യൻസ്, 7 ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ ഒറ്റയടിക്ക് ആൻസർ ചെയ്യാൻ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. എടാ, ഈ സൊല്യൂഷനെ ഞാൻ A എന്ന് പേര് വിളിച്ചു, ഈ സൊല്യൂഷൻ ഞാൻ B എന്ന് പേര് വിളിച്ചു. ഇവരുടെ I ഇൻറ്റു M വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. I ഇൻറ്റു M, I എന്ന് പറഞ്ഞാൽ വാൻ ഹോഫാക്ടർ അല്ലേടാ, NaClൻ്റെ വാൻ ഹോഫാക്ടർ 2 ആണ്, ഇൻറ്റു 0.1, 1.1 ഇൻറ്റു 2 ദാറ്റ് ഈസ് 0.2. I ഇൻറ്റു M വാല്യൂ കിട്ടി. അതിനാണെങ്കിൽ ഇവിടെ I ഇൻറ്റു M വാല്യൂ എത്ര ആയിരിക്കും? 0.1 ഇൻറ്റു 3 ദാറ്റ് ഈസ് 0.3. വാൻ ഹോഫാക്ടർ അറിയാവുന്നവർക്കറിയാം. IM വാല്യൂ വെച്ച് നമുക്ക് ഇവരുടെ എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും കമ്പയർ ചെയ്യാൻ പറ്റും. എടാ, all colligative properties directly proportional to IM. നോട്ട് ചെയ്ത് വെച്ചു. all colligative properties directly proportional to I into M. അപ്പോൾ IM വാല്യൂ ആർക്കാണോ കൂടുതൽ അവനാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എല്ലാം കൂടുതൽ. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആരൊക്കെയാടാ? ഡെൽറ്റ പി ബൈ പി, ഡെൽറ്റ ടി ബി, ഡെൽറ്റ ടി എഫ്, അതുപോലെ ഓസ്മോട്ടിക് പ്രഷർ. ഈ കാണുന്ന എല്ലാവരും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IM വാല്യൂ ആണ്. അപ്പോൾ IM വാല്യൂ ആർക്കാണോ കൂടുതൽ അവനാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കൂടുതൽ, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് കൂടുതൽ, ഓസ്മോട്ടിക് പ്രഷർ കൂടുതൽ. ഇവരെല്ലാം കൂടുതൽ IM വാല്യൂ കൂടുതലുള്ളവനാണ്. എന്നാൽ നിങ്ങളോട് വേപ്പർ പ്രഷർ, ബോയിലിംഗ് പോയിന്റ്, ഫ്രീസിംഗ് പോയിന്റ് എന്ന് മാത്രമാണ് ചോദിച്ചതെങ്കിൽ എന്താ ഇവരുടെ പ്രത്യേകത? ഇവർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതാ, വേപ്പർ പ്രഷർ ഈസ് നോട്ട് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ബോയിലിംഗ് പോയിന്റ് ഈസ് നോട്ട് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഫ്രീസിംഗ് പോയിന്റ് ഈസ് നോട്ട് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇതാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ എന്താ ശ്രദ്ധിച്ചോട്ടണം, വേപ്പർ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു IM വാല്യൂ ആണ്, ബോയിലിംഗ് പോയിന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആണ്, ഫ്രീസിംഗ് പോയിന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, സാറേ ഇതൊക്കെ കൺഫ്യൂഷൻ ആവില്ലേ? ഒരു കൺഫ്യൂഷനും ഇല്ല. എങ്ങനെ ചിന്തിക്കാറിയോടാ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണല്ലോ, വേപ്പർ പ്രഷർ കുറയല്ലേ ചെയ്യണം, ലോവറിംഗ്, അപ്പോൾ ഇൻവേഴ്സ്ലി ആണ്. എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് കൂടുകയല്ലേ ചെയ്യണേ, ബോയിലിംഗ് പോയിന്റ് കൂടുമ്പോൾ ഡയറക്ട്ലി ആണ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് കുറയല്ലേ ചെയ്യണേ, ഇൻവേഴ്സ്ലി ആണ്. അപ്പോൾ കുറയുന്നതാരോ അവന് ഇൻവേഴ്സ്ലി, കൂടുന്നതാരോ അവന് ഡയറക്ട്ലി. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്നോ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് എന്നോ എടുത്തു പറഞ്ഞാൽ ദാറ്റ് ഈസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, അപ്പോൾ ഡയറക്ട്ലി തന്നെയാണ്. ഫ്രീസിംഗ് പോയിന്റോ ബോയിലിംഗ് പോയിന്റോ വേപ്പർ പ്രഷറോ എന്ന് മാത്രം പറയുകയാണെങ്കിലുള്ള കഥയാണ് ഞാൻ ഈ പറയണേ. നമുക്കൊരു കാര്യം ചെയ്യാം, 7 ആൾക്കാരെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, 7 എണ്ണത്തിൻ്റെ ഓർഡറിലൊന്ന് അറേഞ്ച് ചെയ്യാം. ഡെൽറ്റ പി ഡിവൈഡ് ബൈ പി റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ഡെൽറ്റ ടി ബി, ഡെൽറ്റ ടി എഫ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഇവരെല്ലാവരുടെയും ഓർഡർ ഇതിലായിരിക്കും കൂടുതൽ? IM വാല്യൂ കൂടുതലുള്ളവന്. അതാരാ? B. സോ ഇവിടെ എല്ലാം B ഗ്രേറ്റർ ദാൻ A, ഇവിടെയും B ഗ്രേറ്റർ ദാൻ A, ഇവിടെയും B ഗ്രേറ്റർ ദാൻ A, ഇവിടെയും B ഗ്രേറ്റർ ദാൻ A. എന്തുകൊണ്ട്? ഇവരെല്ലാം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IM വാല്യൂ ആണ്. പക്ഷെ വേപ്പർ പ്രഷർ എന്ന് മാത്രം പറഞ്ഞാൽ A ഗ്രേറ്റർ ദാൻ B, കാരണം ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു IM വാല്യൂ. ബോയിലിംഗ് പോയിന്റ് B ഗ്രേറ്റർ ദാൻ A, ഫ്രീസിംഗ് പോയിന്റ് A ഗ്രേറ്റർ ദാൻ B. കളി മനസ്സിലായില്ലേ? ഇവർ രണ്ടുപേരും മാത്രം ഓർത്ത് വെച്ചേക്കുക, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നിങ്ങൾക്കത് പറ്റും. എടാ മോനെ, ഒരു ചേംബർ എടുത്തു, എൻട്രൻസിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ചേംബർ എടുത്തു, ആ ചേംബറിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ട് ഈ ചേംബറിനെ 2 കോളമായിട്ട് 2 പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ 2 സൊല്യൂഷൻ എടുത്തു. ഒരു സൊല്യൂഷൻ ആരാണെന്ന് നോക്കിക്കോട്ടടാ, 0.02 മോളാർ MgCl2 ആണ്. 0.02 മോളാർ MgCl2 ആണ്.
അടുത്ത ചേമ്പറിൽ ആരാണെന്ന് നോക്കിക്കോട്ടടാ. 0.01 മോളാർ K4 FeCN 6 ടൈംസ് ആണ്. K4 FeCN 6 ടൈംസ് കഴിഞ്ഞു. ഈ കോളത്തിനെ എ എന്നും ഈ കോളത്തിനെ ബി എന്നും പേര് വിളിച്ചു. എന്നിട്ട് ചോദ്യം ഇതാണ്, ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഉള്ളിലൂടെ വെള്ളം സോൾവെൻ്റ് ഏതു ഭാഗത്ത് നിന്ന് ഏതു ഭാഗത്തേക്ക് ഒഴുകും എന്നതാണ് ചോദ്യം. മോനെ കൂടുതൽ ആലോചിച്ച് ബുദ്ധിമുട്ടല്ലേ. IM വാല്യൂ ചെറിയ വാല്യൂ എവിടെയാണ് നോക്കുക. അവിടെ നിന്ന് IM വാല്യൂ വലിയ വാല്യൂ ഉള്ള സ്ഥലത്തേക്ക് വെള്ളം ഒഴുകും. പ്രശ്നം കഴിഞ്ഞു. ചെറിയ IMൽ നിന്ന് വലിയ IMലേക്ക് വെള്ളം ഒഴുകും. അപ്പോൾ നമുക്കിവിടെ IM വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. IM വാല്യൂവിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനെ ഞാനിപ്പോൾ പറഞ്ഞത് എന്നർത്ഥം. 0.02 ഇൻറ്റു MgCl2ൻ്റെ I 3 ആണ്. സോ 0.06 എന്ന് വരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. K4 FeCN 6 ടൈംസ് വാൻ ഹോഫ് ഫാക്ടർ 5 ആണ്. 5 ഇൻറ്റു 0.01 ദാറ്റ് ഈസ് 0.05. IM വാല്യൂ എവിടെയാടാ കൂടുതൽ? IM വാല്യൂ കുറവുള്ളത് ഇവിടെ, കൂടുതലുള്ളത് ഇവിടെ. അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഒഴുകും. സോ ഡയറക്ഷൻ ഓഫ് സോൾവെൻ്റ് ഫ്ലോ ഈസ് ഫ്രം B to A. B to A ആണ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും IM വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ നിങ്ങളെ സഹായിക്കാറുണ്ട്. കുഞ്ഞുങ്ങളെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ സഹകരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു മിനിറ്റ്, ഞാനിതിൽ വാല്യൂ ഒക്കെ ഉള്ള കാൽക്കുലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ത്രെഡ് പറഞ്ഞിട്ട് പോകും. ആ വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ വീഡിയോയിൽ സമയം കളയില്ല. അത് നിങ്ങളിരുന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. 4 ഗ്യാസസ് ലൈക്ക് ഹൈഡ്രജൻ, ഹീലിയം, CH4, കാർബൺ ഡയോക്സൈഡ് ഹാവ് ഹെൻറീസ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഏതാണ് മോർ സൊല്യൂബിൾ എന്നാണ് ചോദ്യം. മോനെ, എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആൻസർ കണ്ടെത്തുക. എന്നിട്ട് മാത്രം എൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ഞാൻ പെട്ടെന്ന് ആൻസർ പറഞ്ഞിട്ട് പോകും. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ മാത്രം സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടില്ല. അതുകൊണ്ട് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് ആൻസർ കണ്ടതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക. സൊല്യൂബിലിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു KH വാല്യൂ ആണ്. അപ്പോൾ KHൻ്റെ വാല്യൂ ഏറ്റവും കുറവുള്ളത് മൂന്നാമനാണ്. മൂന്നാമനാരാ? CH4, ഓപ്ഷൻ 2. അപ്പോൾ CH4നാണ് വാല്യൂ ഏറ്റവും കുറവ്, അയാളാണ് മോർ സൊല്യൂബിൾ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഗ്യാസസ് ഹാസ് ദി ലോവസ്റ്റ് വാല്യൂ ഓഫ് ഹെൻറീസ് കോൺസ്റ്റൻറ്റ്? ഹെൻറീസ് കോൺസ്റ്റൻറ്റ് ലോവസ്റ്റ് ഉള്ള രണ്ടാളെ പഠിച്ചു വെച്ചോ. ഒന്ന് CH4 നമ്മളിപ്പോൾ പഠിച്ചത്, അതിനേക്കാൾ കൂടുതലാണ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, അങ്ങനെ ഹെൻറീസ് കോൺസ്റ്റൻറ്റ് ഏറ്റവും കൂടുതലുള്ള ആളെയും കൂടി പഠിച്ചു വെച്ചോ. ഹീലിയമാണ് ഹെൻറീസ് കോൺസ്റ്റൻറ്റ് ഏറ്റവും കൂടുതലുള്ളത്. സോ ഈ തന്നിരിക്കുന്ന കൂട്ടത്തിൽ കാർബൺ ഡയോക്സൈഡ് ആണ് ശരി ഉത്തരം. മിക്സർ ഓഫ് ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് പ്രൊപ്പൈൽ ആൽക്കഹോൾ ഹാസ് എ വേപ്പർ പ്രഷർ ഓഫ് 290 mm at 27 degrees Celsius. If the mole fraction of ethyl alcohol, calculate the vapor pressure of pure ethyl alcohol, vapor pressure of pure propyl alcohol ഒക്കെ തന്നിട്ടുണ്ട്. ഒന്ന് നോക്കിക്കടാ, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈഥൈൽ ആൽക്കഹോളിനെ ഞാൻ A എന്നും പ്രൊപ്പൈൽ ആൽക്കഹോളിനെ B എന്നും പേര് വിളിക്കുകയാണ്. നമുക്കറിയാം റൗൾസ് ലോ പ്രകാരം P total is equal to P0A chi A plus P0B chi B. ഇനി നമുക്ക് തന്ന വാല്യൂസ് ഒക്കെ ഒന്ന് ഇങ്ങനെ എഴുതി നോക്കാം. ഈ മിക്സ്ചറിന് 290 mmHg ഉണ്ട് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് P total. ആ മിക്സ്ചറിൻ്റെ പ്രഷറാണ് P total. മോൾ ഫ്രാക്ഷൻ ഓഫ് ഈഥൈൽ ആൽക്കഹോൾ അഥവാ chi A ഇവിടെ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ഈഥൈൽ ആൽക്കഹോൾ അഥവാ P0A ആണ് നിന്നോട് ചോദിച്ചേക്കുന്നത്. വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ പ്രൊപ്പൈൽ ആൽക്കഹോൾ P0B ഇവിടെ തന്നിട്ടുണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെ സിമ്പിളാണ്. 290 is equal to P0A നീ കാണണം ഇൻറ്റു അയാളുടെ മോൾ ഫ്രാക്ഷൻ 0.65 പ്ലസ് P0B തന്നിട്ടുണ്ട് 210 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ 0.35. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഇവിടെ തന്നിട്ടില്ല. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി തരേണ്ട കാര്യവുമില്ല. കാരണം ഒരാളുടെ മോൾ ഫ്രാക്ഷൻ തന്നാൽ രണ്ടാമൻ്റെ മോൾ ഫ്രാക്ഷൻ 1ൽ നിന്ന് മൈനസ് ചെയ്ത് നമ്മൾ കണ്ടെത്തും. ടോട്ടൽ മോൾ ഫ്രാക്ഷൻ 1 ആണല്ലോ. അപ്പോൾ ഒരാളുടെ മോൾ ഫ്രാക്ഷൻ 0.65, 1ൽ നിന്ന് മൈനസ് ചെയ്താൽ 0.35. പരിപാടി കഴിഞ്ഞോടാ. ഇനിയിപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കാണുക? 290 ഈസ് ഈക്വൽ ടു P0A ഇൻറ്റു 0.65 പ്ലസ് 210 ഇൻറ്റു 0.35. കാൽക്കുലേറ്റ് ചെയ്യണം. 21 ഇൻറ്റു 35 ചെയ്ത് നോക്ക്. അപ്പോൾ 5, ഇവിടെ 10, ഇവിടെ 3, ഇവിടെ 6, 735. അതിലൊരു പോയിൻ്റ് കൂടെ വന്നാൽ 73.5.
73.5. ആ 73.5 ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോട്ടെ. അപ്പോൾ 290 മൈനസ് 73.5 ആകും. 290 73 പോയാൽ 290 70 പോയാൽ 220. 3.5 216.5. അപ്പോൾ 216.5 is equal to P0A into 0.65. സോ P0A നിങ്ങൾക്കിനി സിമ്പിളായിട്ട് കാണാം 216.5 ഡിവൈഡ് ബൈ 0.65. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഏകദേശം 216ൻ്റെ 0.65 എന്ന് പറഞ്ഞാൽ ഒരു 1.5 ടൈംസ് ഒരു 300 സംതിങ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ആയിരിക്കും ആൻസർ. 333 373 ആയിരിക്കും ആൻസർ. നിങ്ങൾ ചെയ്ത് കണ്ടെത്തുക. ത്രെഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് കുറേ ആൾക്കാർ തന്നിട്ടുണ്ട്. ഹയസ്റ്റ് വേപ്പർ പ്രഷർ ആയിരിക്കാണ്. കുഞ്ഞെ നോട്ട് ചെയ്ത് വെച്ചോ. ബോയിലിംഗ് പോയിൻ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേപ്പർ പ്രഷറാണ്. ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ്. അപ്പോൾ ബോയിലിംഗ് പോയിൻ്റ് ആർക്കാണ് എന്നുള്ളത് അവിടെ തന്നിട്ടുണ്ട്. ഹയസ്റ്റ് വേപ്പർ പ്രഷറാണ് ചോദിച്ചത്. വേപ്പർ പ്രഷർ ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കും. ബോയിലിംഗ് പോയിൻ്റ് ഏറ്റവും കുറവുള്ളവൻ അല്ലേ? വേപ്പർ പ്രഷർ ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കും. വേപ്പർ പ്രഷർ ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ബോയിലിംഗ് പോയിൻ്റ് അതെ ഏറ്റവും കുറവുള്ളവൻ 80 65 184. 65 ഏറ്റവും ചെറുത് അല്ലേ? അപ്പോൾ 65 ആരാ? CH3OH. ഓപ്ഷൻ 2 ഈസ് ദി കറക്റ്റ് ആൻസർ. പാർഷ്യൽ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ കമ്പോണൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് സ്മോൾ ഫ്രാക്ഷൻ. ദിസ് ഈസ് നോൺ ആസ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഹെൻറീസ് ലോയും റൗൾസ് ലോയൊക്കെ ഒരേപോലെയാണെന്ന് തോന്നുമെങ്കിലും ഇറ്റ്സ് റൗൾസ് ലോ. കാരണം എന്താ? പാർഷ്യൽ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ കമ്പോണൻ്റ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു സൊല്യൂഷനിലെ ഒരു കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള കണക്ഷൻ വരുന്നത് റൗൾസ് ലോയിലാണ്. ഹെൻറീസ് ലോ ആയിരുന്നെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് എന്നെടുത്തു പറയും. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ആണെങ്കിൽ ഹെൻറീസ് ലോയാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ കമ്പോണൻ്റ് ആണെങ്കിൽ റൗൾസ് ലോയാണ്. ദ സിസ്റ്റം ദാറ്റ് ഫോംസ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. എടാ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് കാണിക്കുന്നത് ആരാ? നെഗറ്റീവ് ഡീവിയേഷൻ ഉള്ളവരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരാടാ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്? അസറ്റോണും ക്ലോറോഫോം. നോൺ ഐഡിയൽ സൊല്യൂഷൻ വാസ് പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് 30 ml ക്ലോറോഫോം ആൻഡ് 50 ml അസറ്റോൺ. എടാ ക്ലോറോഫോമും അസറ്റോണും മിക്സ് ആക്കിയ നെഗറ്റീവ് ഡീവിയേഷൻ അല്ലേ? നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഡെൽറ്റ വി വിൽ ബി നെഗറ്റീവ്, വിച്ച് മീൻസ് മിക്സ് ചെയ്യുന്ന സമയത്ത് അവരുടെ വോളിയം കുറയും. ഇപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് 30 50 ഉണ്ടായിരുന്നു. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 80-നേക്കാൾ കുറവായിരിക്കും, ലെസ് ദാൻ 80. സോ ഓപ്ഷൻ 2 ഈസ് ദി കറക്റ്റ് ആൻസർ. എ സൊല്യൂഷൻ കണ്ടെയ്നിങ് കമ്പോണൻറ്റ്സ് ആൻഡ് ബി ഫോളോസ് റൗൾസ് ലോ. റൗൾസ് ലോ ഒബേ ചെയ്യണമെങ്കിൽ, അഥവാ ഐഡിയൽ സൊല്യൂഷൻ ആണെന്നല്ലേ അർത്ഥം. സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ, സോൾവെൻറ്റ് സോൾവെൻറ്റ് സൊല്യൂട്ട് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ ഈക്വൽ ആണ്, റിമൈൻ സെയിം ആസ് AA ആൻഡ് BB. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലിക്വിഡ് പെയർസ് വിൽ എക്സിബിറ്റ് എ പോസിറ്റീവ് ഡീവിയേഷൻ? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് വാട്ടറും HCl നെഗറ്റീവാണ്, അസറ്റോണും ക്ലോറോഫോമും നെഗറ്റീവാണ്, വാട്ടറും നൈട്രിക് ആസിഡും നെഗറ്റീവാണ്, സൈക്ലോഹെക്സൈനും എത്തനോളും. എടാ സൈക്ലോഹെക്സൈൻ എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കെയിൻ ആണ്, എത്തനോൾ എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കഹോളാണ്. ഏതൊരു ആൽക്കഹോളും ഏതൊരു ആൽക്കെയിനും തമ്മിൽ മിക്സാക്കി കഴിഞ്ഞാൽ പോസിറ്റീവ് ഡീവിയേഷൻ ആണ് എന്ന് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യവുമാണ്. ഓപ്ഷൻ 2. If the elevation in boiling point of a solution of 10 gram solute in 100 gram water is delta TB, ebullioscopy constant എത്ര? എടാ ഡെൽറ്റ ടി ബി കാണാനുള്ള ഇക്വേഷൻ I ഇൻറ്റു KB ഇൻറ്റു W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1. അപ്പോൾ ഡെൽറ്റ ടി ബി എത്ര എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡെൽറ്റ ടി ബി ആയിട്ട് തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. I സൊല്യൂട്ട് ആരാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഐയുടെ വാല്യൂ 1 ആണ്. KB ആണ് നിന്നോട് ചോദിച്ചേക്കുന്നത്. വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിൻ്റെ വെയിറ്റ് എത്രയാടാ? 10 gram ക്വസ്റ്റ്യനിലുണ്ട്, ഇൻറ്റു 1000 ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് അവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് 100, ഇൻറ്റു വെയിറ്റ് ഓഫ് സോൾവെൻറ്റ്, സോൾവെൻറ്റിൻ്റെ വെയിറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 100. എടാ താഴെ 4 0 മുകളിൽ 4 0, എല്ലാവരും വെട്ടിമരിക്കും. KB ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബി. ഓപ്ഷൻ 3 ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? Next, a solution containing 12.5 gram of non-electrolyte, that is W2, substance in 185 gram of water, that is W1, shows boiling point elevation, that is delta TB. Calculate the molar mass of substance. Clear question. Delta TB is equal to I into KB into W2 into 1000 divided by
M2 ഇൻറ്റു W1. ഡെൽറ്റ ടി ബി തന്നിട്ടുണ്ട് 0.8. ഐ ആരാണെന്ന് പറഞ്ഞിട്ടില്ലല്ലേ, നോൺ ഇലക്ട്രോലൈറ്റ് സബ്സ്റ്റൻസ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. വാൻ ഹോ ഫാക്ടർ അപ്പോൾ 1 ആയിട്ട് എടുക്കണം. കെ ബിയുടെ വാല്യൂ 0.52 ആണ്, വാട്ടർ തന്നെയാണല്ലോ. വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് 12.5 ആണ്. ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M2 ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. W1 185 ആണ് തന്നിട്ടുണ്ട്. ഇവിടുന്ന് M2 ഇങ്ങോട്ട് കൊണ്ടുവരാം. M2 is equal to 0.52 into 12.5 into 1000 divided by 0.8 into 185. നിങ്ങളുടെ പാടായി. കാൽക്കുലേഷൻ പാർട്ടാണ് മോനെ. എങ്ങനെ ഉത്തരം കാണാം എന്നുള്ളത് പറഞ്ഞു തന്നു, ബാക്കി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. 10% solution of urea is isotonic with 6% solution of non-volatile substance. ആ ക്വസ്റ്റ്യൻ വായിക്കുന്നതോടെ ഞാൻ ഇക്വേഷൻ എഴുതി കഴിഞ്ഞു. Percentage of A divided by molar mass of A will be equal to percentage of B divided by molar mass of B. What is the molecular mass of solute X? അത് മാത്രമേ ഇനി നമുക്ക് കാണാനുള്ളൂ. ഒന്നാമൻ്റെ പെർസെൻറ്റേജ് യൂറിയ, 10% അയാളുടെ മോളാർ മാസ്. സോ M2 is equal to 6 into 60 divided by 10, that is 36. Option 3 is the correct answer. Which among the following will show maximum osmotic pressure? Osmotic pressure is a colligative property, so that is directly proportional to IM value. നോക്ക് മോനെ, എല്ലായിടത്തും മൊളാരിറ്റി സെയിം ആണ്. അപ്പോൾ പിന്നെ എം എടുക്കേണ്ട, ഐ നോക്കിയാൽ മതിയല്ലോ. ഇവിടുത്തെ ഐയുടെ വാല്യൂ 2, ഇവിടുത്തെ ഐയുടെ വാല്യൂ 4, ഇവിടെ ഐയുടെ വാല്യൂ 3, ഇവിടുത്തെ ഐയുടെ വാല്യൂ 3. അപ്പോൾ ഏറ്റവും കൂടുതൽ ഐ വാല്യൂ ഉള്ളതായിരിക്കാം 3. അയാൾക്കായിരിക്കുമല്ലോ IM വാല്യൂം കൂടുതൽ. സോ ആൻസർ 3. 1 gram ഓഫ് സൊല്യൂട്ട് W2 തന്നിട്ടുണ്ട്. അയാളുടെ മോളാർ മാസ് M1ഉം M2ഉം തന്നിട്ടുണ്ട്. ഡിസോൾവ്ഡ് ഇൻ 50 gram സോൾവെൻറ്റ് W2 തന്നിട്ടുണ്ട്. ആൻഡ് ദി എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് ഡെൽറ്റ ടി ബിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മോളാർ എലവേഷൻ കോൺസ്റ്റൻ്റ് എത്ര എന്നാണ് ചോദ്യം, അഥവാ കെ ബി എത്ര എന്നാണ് ചോദ്യം. എടാ, ഡെൽറ്റ ടി ബി ഈക്വൾ ടു, ഇക്വേഷൻ ഞാൻ ഇനി എഴുതുന്നില്ല, ഡെൽറ്റ ടി ബിയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 1 ആണെന്ന്. 1 ഈസ് ഈക്വൾ ടു ഐ ഇൻറ്റു ഐ 1 ആണ്. സൊല്യൂട്ട് ആരാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല, അൺനോൺ സൊല്യൂട്ടിനെല്ലാം ഐ 1 ആണ്. കെ ബി ഇൻറ്റു കെ ബി ആണ് നിങ്ങൾ കാണേണ്ടത്. W2 ഇൻറ്റു W2 എത്ര 1 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ M2 മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് 50 ഇൻറ്റു വെയ്റ്റ് ഓഫ് സോൾവെൻറ്റ് അത് 50 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടുന്ന് കെ ബി കണ്ടുകൂടെ കുഞ്ഞെ? കെ ബി is equal to 50 ഇൻറ്റു 50 2500 ഡിവൈഡഡ് ബൈ ഈ 1000 താഴേക്ക് ഇറങ്ങി. സോ ദാറ്റ് ഈസ് 2.5. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നോട്ട് റെപ്രസെൻറ്റഡ് ബൈ, വായിച്ചു നോക്കിയിട്ട് ബോധ്യപ്പെടുക. ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് 4 ഇക്യുമോളാർ അക്വസ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആണ് ചോദ്യം. എടാ, ബോയിലിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുമല്ലോ. കാരണം എന്താ, നിങ്ങൾക്കറിയാം ബോയിലിംഗ് പോയിന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IM വാല്യൂ ആണ്, ഫ്രീസിംഗ് പോയിന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു IM വാല്യൂ ആണ്. അപ്പോൾ IM വാല്യൂ വെച്ച് പറയുകയാണെങ്കിൽ അതിന് ബോയിലിംഗ് പോയിന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഫ്രീസിംഗ് പോയിന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണെന്ന് പറയാം. അപ്പോൾ ബോയിലിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റും തമ്മിലുള്ള ബന്ധം എന്തായി? ഇൻവേഴ്സ്ലി ആയി. അപ്പോൾ ബോയിലിംഗ് പോയിന്റിൻ്റെ ഓർഡർ പഠിപ്പിച്ചു, തന്നു. നേരെ റിവേഴ്സ് ഓർഡർ, ഡിക്ക് ഏറ്റവും കൂടുതൽ, പിന്നെ എ, പിന്നെ ബി, പിന്നെ സി. ഓപ്ഷൻ 4. ബോയിലിംഗ് പോയിന്റ് ഓഫ് 0.1 മോളാൽ K4 എഫിഷ്യൻസ് 6 സൊല്യൂഷൻ എത്രയാണ്? എടാ, ബോയിലിംഗ് പോയിന്റ് ആണ് ചോദ്യം അല്ലേ. നിങ്ങൾ ആദ്യം ഡെൽറ്റ ടി ബി കാണണം. ഡെൽറ്റ ടി ബി എന്താടാ? ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം. ഐ എത്ര? K4 എഫിഷ്യൻസ് 6 ടൈംസ് ആണെങ്കിൽ ഐ 5 അല്ലേ, കെ ബി 0.52 അല്ലേ. മൊളാലിറ്റി ഇവിടെ പച്ചക്ക് പറഞ്ഞിട്ടുണ്ട് 0.1 ആണ്. അപ്പോൾ 5 ഇൻറ്റു 52 ആണെങ്കിൽ 204. 3 പൊസിഷൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ 0.204 ആണ് ഡെൽറ്റ ടി ബി. നിന്നോട് ചോദിച്ചത് ഡെൽറ്റ ടി ബി അല്ല, ഫൈനൽ ബോയിലിംഗ് പോയിന്റ് ആണ്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഫൈനൽ ബോയിലിംഗ് പോയിന്റ് കാണാൻ ഇനീഷ്യൽ ബോയിലിംഗ് പോയിന്റ് പ്ലസ് ഡെൽറ്റ ടി ബി ആണ്. എടാ, വെള്ളത്തിൻ്റെ ഇനീഷ്യൽ ബോയിലിംഗ് പോയിന്റ് 100 ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. വെള്ളം വെറുതെ എടുത്താൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ആണ്. അപ്പോൾ 100-ലൂടെ ഒരു 0.205 കൂടി ചേരും. അപ്പോൾ 100.2 100.2 0.5 അല്ലേ വരിക? അല്ലല്ലേ, അല്ല 5 ശരിയാ,
204 0.26 എന്നാണ് വരിക. ഇവിടെ 0.26 എന്നാണ് വരിക. അപ്പോൾ ഇവിടെയും 0.26. സോ 100.26 എന്ന ആൻസർ വരും. ഞാൻ ചെയ്ത കാൽക്കുലേഷനിൽ പാളിപ്പോയതാണ്. 5 × 50 200, 5 × 2 10. അപ്പോൾ 250 10 260 കറക്റ്റാണ്. 0.26. 5 × 5 250. ക്ലിയർ ആണ്. ആൻസർ 3 ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സൊല്യൂഷൻ വിൽ ഹാവ് ദി ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്? ബോയിലിംഗ് പോയിന്റിൻ്റെ കഥ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IM ആണ്. ഭാഗ്യവശാൽ എല്ലായിടത്തും M സെയിം ആണ്. അപ്പോൾ I മാത്രം നോക്കിയാൽ മതി. ഇവിടെ 5, ഇവിടെ 2, അവിടെ 4, ഇവിടെ 1. സോ ആൻസർ 1. Which of the following will have the same value of Van Hoff factor as that of K for efficient 6 times? K for efficient 6 times. കോമ്പൗണ്ട് ഇങ്ങനെ തന്നിട്ടുള്ളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. K for efficient 6 times എന്ന് പറഞ്ഞാൽ Van Hoff factor 5 അല്ലേടാ. അതിൽ 5 സൊല്യൂട്ടുകളുണ്ട്. 5 അയോൺസ് ഉണ്ട്. 5 അയോൺസ് വരുന്ന വേറെ ആരാളുള്ളത്? Al2SO4 thrice. ഇവിടെ 2, ഇവിടെ 3, ടോട്ടൽ ഇവിടെയും 5. ഓപ്ഷൻ 1. What will be the degree of dissociation of 0.1 molar magnesium nitrate solution if Van Hoff factor? കുഞ്ഞെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് I is equal to 1 plus alpha into n minus 1 ആണ്. ഇവിടെ വാൻ ഹോഫ് ഫാക്ടർ തന്നിട്ടുണ്ട് കുഞ്ഞെ 2.75 ആണ്, 2.74 ആണ് തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു 1 പ്ലസ് ആൽഫയാണ് നിന്നോട് ചോദിച്ചത്. n എന്ന് പറഞ്ഞാൽ എന്താ? അസ്യൂമിങ് 100% ഡിസോസിയേഷൻ വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് വാൻ ഹോഫ് ഫാക്ടർ? മാഗ്നീഷ്യം NO3 2 ടൈംസ്. അപ്പോൾ മാഗ്നീഷ്യം 1ഉം NO3 2ഉം ടോട്ടൽ 3 മൈനസ് 1 അങ്ങനെയല്ലേ ഉണ്ടാവുക. ഈ +1 ഇങ്ങോട്ട് പോയാൽ -1 ആയി, 1.74 എന്നായി. 2.74 എന്ന് 1 പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 - 1 2 ആൽഫ. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു 1.74 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്രയാടാ? 1.74 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 0.84 എന്നാണ്. അപ്പോൾ 0.84 ആണ് ആൽഫ എങ്കിൽ പെർസെൻറ്റേജ് എത്രയാടാ? 0.84 അല്ല, സോറി 0.87. ക്ലിയർ. അപ്പോൾ ആൽഫ എത്രയാടാ? 87%. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ സൊല്യൂഷൻസ്. ഇനി അമീൻസ് പോലെയുള്ള 2-3 ചാപ്റ്ററുകൾ കൂടി ബാക്കിയുണ്ട്. ഇന്ന് തന്നെ നിങ്ങൾക്കത് അവൈലബിൾ ആകും. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ നിർബന്ധമായും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. 2026 എൻട്രൻസ് എക്സാം ഒന്നുകൂടെ വൃത്തിയായിട്ട് പഠിച്ച് റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് CM അക്കാഡമിയാണ്. ഞങ്ങൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മുതൽ പഠിപ്പിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പറഞ്ഞു തന്നു നിങ്ങളെ ക്ലിയർ ആക്കി തരും. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ട്. ഗംഭീര റിസൾട്ട് ഉണ്ടാക്കാനും നമുക്ക് ഓരോ വർഷത്തിലും പറ്റാറുമുണ്ട്. ഒരു ബാച്ചിൽ നിന്ന് 30% എബോവ് വിദ്യാർത്ഥികൾ വരെ MBBS വാങ്ങിപ്പോവാറുമുണ്ട്. അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിലെ ഏറ്റവും ബെസ്റ്റ് കൺസിഡറേഷൻ CM അക്കാഡമിയിൽ കിട്ടും. നേരിട്ട് വാ, ബാക്കി പിന്നീട് സംസാരിക്കാം. താങ്ക് യു.